അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا رسول الله والصلاة والسلام عليك يا حبيب الله والصلاة والسلام عليك يا صفي الله والصلاة والسلام عليك يا خير خلق الله. വേദിയിലും സദസ്സിലും സന്നിഹിതരായ ആദരണീയരായ പണ്ഡിതന്മാരായ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ മാന്യരായ യുവ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു വേദിയിലാണ് നമ്മൾ ഒത്തുകൂടിയത്. അള്ളാഹു നമ്മിൽ നിന്ന് ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ അള്ളാഹു ഈ ഒരുമിച്ച് കൂടൽ എത്തിച്ചു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ സകലർക്കും, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർ എല്ലാവർക്കും അവരുടെ ഖബർ അള്ളാഹു സ്വർഗത്തിൻ്റെ തോപ്പാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക്, നമ്മുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും അള്ളാഹു അവൻ്റെ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ നല്ല മുറാദുകളെ അള്ളാഹു ഹസിലാക്കി തരട്ടെ. സഹോദരന്മാരെ, ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഐതിഹാസികമായ ഒരുപാട് സംഭവങ്ങൾ പഠിച്ചവരും കേട്ടവരും അറിഞ്ഞവരുമൊക്കെയാണ് നമ്മൾ. പോയ കാലഘട്ടത്തിന്റെ ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം നമ്മുടെ ഭാവി നന്നാക്കിയെടുക്കാൻ നമുക്ക് അനിവാര്യമായി മാറിയിട്ടുണ്ട് എന്നത് പച്ചയായ ഒരു പരമാർത്ഥമാണ്. ഏകനായ റബ്ബിന്റെ വാശത്തെ മുറുകെ പിടിച്ച് ഇലാഹിയ ചിന്തയുമായി കഴിഞ്ഞുപോയ ഒരുപാട് മഹാരഥന്മാരുടെ ചരിത്രമാവണം നമ്മൾ പഠിക്കുന്നതും പഠിക്കാൻ ശ്രമിക്കുന്നതും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ചില മാറ്റങ്ങൾ ഉണ്ടാകും. അതുണ്ടാക്കിയെടുക്കലാവണം ചരിത്രം പഠിക്കുന്നതിലൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ട ലക്ഷ്യം. കൊട്ടാരം വിട്ട അധിപൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഏതോ കൊട്ടാരം വിട്ട ഒരു രാജാവിൻ്റെ കഥയാവും പറയുന്നത് എന്ന്. അധികാരത്തിലേറിയ രാജാവ് കൊട്ടാരം വിടണമെങ്കിൽ അയാളുടെ മനസ്സ് ഇലാഹിയ ചിന്തയിലേക്ക് തിരിച്ചു പോകണം. ദുനിയാവിൻ്റെ ബന്ധങ്ങളെ കെട്ടുപിടഞ്ഞ് കിടക്കുമ്പോൾ ആഖിറത്തിൻ്റെ ചലനങ്ങളെ നോക്കിയിട്ട് ഇറങ്ങിപ്പോകാൻ കഴിയുന്നവനാവണം ഒരു യഥാർത്ഥ സത്യവിശ്വാസി. വിശാലമായ ഒരു ചരിത്രത്തിൻ്റെ ചില മർമ്മഭാവങ്ങൾ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ആദരണീയനായ തങ്ങൾ ഇതിനുശേഷം ഒരു ദുആ മജ്ലിസുമായിട്ട് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൈകിയ വേളയിൽ വലിയ ഒരു കഥയുടെ നീണ്ട അർത്ഥങ്ങളിലേക്ക് പോകാതെ അതിൻ്റെ ഏറ്റവും നല്ല മർമ്മഭാവങ്ങളെ മാത്രം നമുക്ക് ഇൻഷാ അല്ലാഹ് സമർപ്പിക്കാം. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നമുക്ക് വേണ്ടി ഒരുമിച്ച് കൂടാനൊക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നൂറ്റാണ്ടുകളുടെ പിന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ഞാൻ കൊണ്ടുപോവുകയാണ്.
കാലങ്ങൾ മനുഷ്യനെ പഠിപ്പിച്ചത് ചില മഹാരഥന്മാരുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെയാണ്, ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ്. ഒരു കാലഘട്ടത്തിന്റെ ഭരണാധിപനായിരുന്നല്ലോ, ബൽഖയുടെ ഭരണാധിപനായിരുന്നല്ലോ മൻസൂർ അലി ഖാൻ ബാദുഷാ ചക്രവർത്തി. മൻസൂർ ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട മകളാണല്ലോ സഫിയ. സഫിയ എന്ന പെണ്ണ് രാജകുമാരി കല്യാണം കഴിക്കപ്പെട്ടത്, അല്ലെങ്കിൽ കല്യാണം രാജകുമാരി കഴിച്ചത് അദ്ഹം റളിയല്ലാഹു അൻഹുവാണ്. കല്യാണപന്തൽ പാമ്പ് കടിയേറ്റ് മരിച്ചൊക്കെ ഒരു പഴയ ചരിത്രത്തെ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അദ്ഹം റളിയല്ലാഹു അൻഹുവിനും രാജകുമാരിയായി സഫിയാക്കും പിറന്ന മകനാണ് ചരിത്രത്തിൽ ഏകാന്തവാസികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. നീണ്ട 27 കൊല്ലക്കാലം ബൽഖയുടെ ഭരണാധിപനായിരുന്ന മൻസൂർ ചക്രവർത്തി ഈ ലോകം വിട്ട് തിരിച്ചു പോയപ്പോ അധികാരം തന്റെ മകളായ സഫിയയിലേക്ക് വന്നപ്പോ ഞാനൊരു പെണ്ണാണല്ലോ, ഭരിക്കേണ്ടത് ആണാണല്ലോ എന്ന ചിന്തയിൽ തന്റെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം അദ്ഹമിന് അധികാരം കൈമാറിയിട്ടുണ്ടായിരുന്നു സഫിയ എന്ന ബൽഖയുടെ രാജകുമാരി. അധികാരത്തിലേറിയ ബൽഖയുടെ ഭരണാധിപനായി 27 വയസ്സ് പ്രായമുള്ള യുവകോമളനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു കാലഘട്ടത്തിന്റെ തെമ്മാടികളുടെ നേതാവായിരുന്നു. അധികാരത്തിലേറുന്ന കാലത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ബൽഖയുടെ ഭരണാധിപൻ ചെയ്യാത്ത തെറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. രാജ്യങ്ങളെ തന്റെ രാജ്യത്തോട് യുദ്ധം ചെയ്ത് കൂട്ടിച്ചേർത്തിട്ട് വിശാലമായ രാജകൊട്ടാരം പണിതെടുത്തിട്ട് ആ രാജകൊട്ടാരത്തിന്റെ അകത്ത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ തെമ്മാടിത്തരത്തിന് വിളനിലമായി ഇബ്രാഹിം അദ്ഹം എന്ന മനുഷ്യൻ ജീവിച്ചു. 7-ാം ബഹറിന്റെ തീരം തന്നിലൊരുക്കൻ കോട്ട ഇബ്രാഹിം രാജനെടുപ്പിച്ചേ, അതിനുള്ളിൽ ഏറെ മങ്കകൾ ഒത്തിരസിച്ച് സുഖിച്ചു കുടിച്ച് ഭവിത്ത് ദുർമാർഗ വിത്ത് വിളയിച്ചേ. 7-ാം ബഹറിന്റെ തീരം തന്നിലൊരുക്കൻ കോട്ട ഇബ്രാഹിം രാജനെടുപ്പിച്ചേ, അതിനുള്ളിൽ ഏറെ മങ്കകൾ ഒത്തിരസിച്ച് സുഖിച്ച് കുടിച്ച് ഭവിത്ത് ദുർമാർഗ വിത്ത് വിളയിച്ചേ. നാദസ്വരം കൊട്ടാരത്തിനുള്ളിൽ ഉയർത്തിയിട്ട് നാരീ മണികളോടൊപ്പം നൃത്തമതാടിയിട്ട് നാഗപതി അതിൽ രാജൻ കള്ളു കുടിത്തിട്ട് നാണം മറക്കാതെ പോലും തുള്ളി രസിച്ചിട്ട് വാഴുന്നേ വാഴുന്നേ കൊട്ടാരം അതിനൂതനമാക്കി കൂടുന്നേ. മണി മങ്കകളോടൊന്നിച്ചിത കൂടി കൊമ്പും കുഴലതിലൊപ്പനയാടി. 7-ാം ബഹറിന്റെ തീരം തന്നിലൊരുക്കൻ കോട്ട ഇബ്രാഹിം രാജനെടുപ്പിച്ചേ, അതിനുള്ളിൽ ഏറെ മങ്കകൾ ഒത്തിരസിച്ച് സുഖിച്ചു കുടിച്ച് ഭവിത്ത് ദുർമാർഗ വിത്ത് വിളയിച്ചേ. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം രാജകൊട്ടാരത്തിനകത്ത് തെമ്മാടിത്തരത്തിലൂടെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ഒരു കാലഘട്ടത്തിന്റെ ഭരണാധിപൻ, ബൽഖയുടെ ഭരണാധിപൻ ഇബ്രാഹിം അദ്ഹം. മന്ത്രിസഭ ചേർന്നാൽ ആദ്യത്തെ ചർച്ച അയൽനാടിനെ വെട്ടിപ്പിടിച്ച് തന്റെ രാജ്യത്തോട് ചേർക്കണമെന്നതാണ്. അങ്ങനെ ഏത് സമയത്തും ചോരപങ്കിലമായ ഒരു അധ്യായം രചിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് എന്നല്ല മറ്റ് പ്രദേശങ്ങളിലെ മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് പോലും ഇബ്രാഹിം അദ്ഹം എന്ന മനുഷ്യൻ ഭീഷണിയായി മാറിയ ഒരു പഴയ കാലം. ഒരിക്കൽ തന്റെ ദർബാർ ഹാളിൽ പ്രിയപ്പെട്ട മന്ത്രിമാരെയും പട്ടാള മേധാവികളെയും വിളിച്ചു വരുത്തി. അവരോടുള്ള ചർച്ച ഇത് മാത്രം തന്നെയാണ്. തന്റെ അയൽ പ്രദേശമായ ശക്തനായ ഒരു രാജാവിനെ ഒരു രക്തരൂഷിത വിപ്ലവം നടത്തി പരാജയപ്പെടുത്തിയിട്ട് ആ രാജ്യത്തെ തന്റെ രാജ്യത്തോട് ചേർക്കണമെന്ന്. ഓരോ രാജ്യവും തന്റെ അധികാരപരിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ താൻ കിടക്കുന്ന ബെഡിന് എണ്ണം കൂട്ടുമായിരുന്നു ഇബ്രാഹിം അദ്ഹം, ചരിത്രം പറയുന്നു. നിലവിൽ 18 രാജ്യം ആ രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. 18 നാട്ടുരാജാക്കന്മാരെ തറപറ്റിച്ച് ആ നാട്ടുരാജ്യങ്ങളെ തന്റെ രാജ്യത്തോട് ചേർത്ത് ബൽഖ വിശാലമാക്കി ഇബ്രാഹിം അദ്ഹം.
ഇനി 19ാമത് രാജ്യത്തെ പിടിച്ചടക്കാനുള്ള തീരുമാനമായിരുന്നു. തീരുമാനമൊക്കെ കഴിഞ്ഞു. നാളെ നേരം വെളുത്താൽ പട്ടാളം ഇവിടെ നിന്ന് പുറപ്പെടും. പട്ടാള മേധാവികളോട് ജാഗരൂകനായി നിൽക്കാൻ ഇബ്രാഹിം എന്ന വൽക്കയുടെ ഭരണാധിപൻ നിർദ്ദേശം നൽകി. അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ടു. മന്ത്രിമാരെയൊക്കെ പിരിച്ചുവിട്ടു. ഇനി എല്ലാവരും കൂടിച്ചേരുക നാളെ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുന്ന ഒരു മഹോന്നതമായ മുഹൂർത്തത്തിലാണ്. എല്ലാവരും 4 വഴിക്ക് പിരിഞ്ഞു പോയി. തന്റെ ബെഡ്റൂമിൽ ഒന്ന് കിടക്കണം എന്ന് ഇബ്രാഹിം അദ്ദേഹമെന്ന് തോന്നി. തന്റെ കൊട്ടാരത്തിന്റെ മുറ്റത്തുള്ള വിശാലമായ പൂന്തോട്ടത്തിലൂടെ നുലാത്തി നടന്നു. പിന്നെ തന്റെ മണിയറയിലേക്ക് ബൽഖയുടെ ഭരണാധിപൻ കടന്നു വരികയാണ്. ആ മനുഷ്യൻ തന്റെ മണിയറയുടെ വാതിൽ മെല്ലെ തള്ളി തുറന്ന് ഒന്ന് കിടക്കയിലേക്ക് ചായണം, വീഴണം, ക്ഷീണം തീർക്കണമെന്ന് കണക്ക് കൂട്ടി അകത്തേക്ക് കടന്നു വരുന്ന ബൽഖയുടെ ഭരണാധിപൻ തന്റെ ബെഡിലേക്ക് നോക്കിയിട്ടൊന്ന് ഞെട്ടി. എന്താ ഇത്? ആരോ ഇതാ തന്റെ കിടക്കയിൽ കിടന്നും കൊണ്ടുറങ്ങിടുന്നേ, സുഖശയനം തന്നെ. ആദി പെരുത്തും കൊണ്ടിതാ രാജൻ ഇബ്രാഹിം അടുത്തിടുന്നേ, ക്രോധം ജ്വലിച്ചിടുന്നേ. ആരോ ഇതാ തന്റെ കിടക്കയിൽ കിടന്നും കൊണ്ടുറങ്ങിടുന്നേ, സുഖശയനം തന്നെ. ആദി പെരുത്തും കൊണ്ടിതാ രാജൻ ഇബ്രാഹിം അടുത്തിടുന്നേ, ക്രോധം ജ്വലിച്ചിടുന്നേ. രാജനടുത്തു വരുന്നൊരു നേരം നാരിയൊരുത്തി കിടന്നിതവാരം, പൂർണ്ണതയിൽ ഉറങ്ങുന്നു വിചാരം. ക്രോധം പിടിച്ചും കൊണ്ടാതാ രാജൻ അവളെയും അടിച്ചിടുന്നേ, അവൾ ഉണർന്നിടുന്നേ. പൊട്ടിച്ചിരിച്ചു കൊണ്ട് ഉടനെ ആ പെണ്ണ് പൊട്ടിക്കരഞ്ഞിടുന്നേ, രാജരാജവേറുന്നേ. തന്റെ ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോ കാണുന്ന ഒരു കാഴ്ച, തന്റെ ബെഡില് ഒരു പെണ്ണിങ്ങനെ മലർന്ന് കിടന്നുറങ്ങും. ഭാര്യയാണോ നോക്കി, ഭാര്യയല്ല. ആളെ മനസ്സിലായി. അവൾ അവളുടെ ചിഹ്നവുമായിട്ടാണ് കിടക്കുന്നത്. ആം ആദ്മി പാർട്ടിയിലെ ആളാ. കയ്യിൽ ചൂലുണ്ടായിരുന്നു. ചൂലുമായിട്ടാണ് അവളുടെ കിടപ്പ്. അപ്പൊ തന്നെ മനസ്സിലായി അടിച്ചു വാരാൻ വേണ്ടി വന്നവളാണ്, കിടന്നുറങ്ങിയതാണ്. വല്ലാണ്ട് ദേഷ്യം പിടിച്ച ഇബ്രാഹിം എന്ന ബൽഖയുടെ ഭരണാധിപൻ ആ പെണ്ണിനെ പിടിച്ച് കവിള് തുറന്ന് നല്ല അടിയാണ്ട് വെച്ചു കൊടുത്തു. അടി കിട്ടിയപ്പോഴാണ് അവൾക്ക് ഉറക്കം ഞെട്ടിയത്. അവൾ ചാടി എന്നിട്ട് നോക്കുമ്പോൾ ബൽഖ ഭരണാധിപൻ മുന്നിൽ നിൽക്കുന്നു. അടുത്ത സെക്കൻഡിൽ വാള് കൊണ്ട് തല വെട്ടുമെന്ന് ഉറപ്പ്. അവൾ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കാൻ. ഇബ്രാഹിം അദ്ദേഹം അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നു. പെട്ടെന്ന് അവൾ പൊട്ടിച്ചിരിച്ചു കളഞ്ഞു. പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കത്തന്നെ അവൾ പൊട്ടിക്കരയും ചെയ്തു. ഇബ്രാഹിം അദ്ദേഹം എന്ന രാജാവിന് വല്ലാത്തൊരു ആശ്ചര്യമുണ്ടായി. മൂപ്പര് അല്പം ബേക്കോട്ട് എന്നിട്ട് പറഞ്ഞു, ഏയ് പെണ്ണേ, എന്താ നീ ചിരിക്കുകയും കരയുകയും ചെയ്യുന്നത്? ചോദിച്ചു മഹാരാജൻ അടിമ പെണ്ണേ, നേരിട്ടു ചിരിക്കുന്നു കരയും പിന്നെ. കൂറുന്നു അവളപ്പോൾ യജമാനരേ, കേൾക്കണേ ഇതിൻ പോരുൾ മഹാരാജരേ. ചോദിച്ചു മഹാരാജൻ അടിമ പെണ്ണേ, നേരിട്ടു ചിരിക്കുന്നു കരയും പിന്നെ. ആ പെണ്ണ് കരയുകയും ചിരിക്കുകയും ചെയ്തപ്പോ ആദ്യം ചിരിച്ചു, പിന്നെ കരഞ്ഞു. അപ്പൊ മൂപ്പർക്ക് വല്ലാണ്ട് ആശ്ചര്യമുണ്ടായിട്ട് ചോദിച്ചു, പെണ്ണെ, ഞാനൊരു അടിയടിച്ചപ്പോ നീ ചിരിക്കുക പിന്നെ കരയുക. സാധാരണ അടി വേദന വന്നാൽ കരയുക ചെയ്യുക, ചിരിക്കൂല. പക്ഷെ നീ ആദ്യം ചെയ്ത് ചിരിച്ചു, പിന്നെ നീ കരഞ്ഞു. നീ എന്തെങ്കിലും ഒരു വിചിത്രമായ ഒരു സംഭവം നടത്തിയെന്ന് വെച്ചു. അന്നേരം പറഞ്ഞു, മഹാരാജാവേ, ഞാൻ നിങ്ങളുടെ മുറി അടിച്ചു വാരാൻ വേണ്ടി വന്ന പെണ്ണ. ഞാനിത് അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോ വെറുതെ നിങ്ങളുടെ ബെഡ് ഒന്ന് തൊട്ടു നോക്കുമ്പോ എന്തോ ഒരു രസാത്. ഒന്ന് വെറുതെ ഒന്ന് അമർത്തി നോക്കി. ഓഫ്, അംസേ കുംസി എന്ന് പറഞ്ഞില്ലേ പണ്ടൊരു പെണ്ണുങ്ങൾ, അതുപോലെ അങ്ങോട്ട് അമർന്നു. അപ്പൊ ഞാനൊന്ന് കയറി ഇരുന്ന് നോക്കി. ഇന്നപ്പോ എന്ത് രസാ. അപ്പൊ കിടന്നു നോക്കി. അപ്പൊ ഉറങ്ങിപ്പോയി. രാജാവ് പറഞ്ഞു, ആ ഉറങ്ങിയതിന് തന്നെ നിനക്കൊന്ന് കിട്ടിയതെന്ന് പറഞ്ഞു. പക്ഷെ നീ ചിരിച്ച കാരണം, കരഞ്ഞ കാരണം എനിക്കറിയേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ വിചാരിച്ചത് ഈ ബെഡിൽ കിടന്ന കാരണത്താൽ എന്റെ തല വെട്ടുമെന്നാണ്. അതുണ്ടായില്ലല്ലോ. ആ സന്തോഷം കൊണ്ട് ചിരിച്ചു പോയതാ. അപ്പൊ കരഞ്ഞതോ?
ഒരു നേരം ഈ വീട്ടിൽ കിടന്ന് എനിക്ക് ഇത്ര പാട്ടി കിട്ടിയാൽ കിടക്കുന്നി കട്ടിലിൽ നിങ്ങളൊന്നു കിടന്നു ഞാൻ പെട്ടനെ ഇന്ന് എന്റെ യജമാനൻ നിങ്ങൾ എനിക്ക് ശിക്ഷയും നൽകിയോ എങ്കിലും കേൾക്ക്. എന്നും കിടക്കുന്നി കട്ടിലിൽ നിങ്ങളൊന്നു കിടന്നു ഞാൻ പെട്ടനെ ഇന്ന് എന്റെ യജമാനൻ നിങ്ങൾ എനിക്ക് ശിക്ഷയും നൽകിയോ എങ്കിലും കേൾക്ക്. എല്ലാവർക്കും ഉടയവൻ തരുന്ന ശിക്ഷ ഒന്നോർക്ക് ഈ വീടുത്തിൽ അതും വിശിഷ്യ. എല്ലാവർക്കും ഉടയവൻ തരുന്ന ശിക്ഷ ഒന്നോർക്ക് ഈ വീടുത്തിൽ അതും വിശിഷ്യ. ഈ മണിമെത്തയിൽ ഒന്ന് കിടന്ന എനിക്ക് മാരകമായൊരടിയാണ് നിങ്ങൾ സംഭാവന നൽകിയതെങ്കിൽ എല്ലാ ദിവസവും ഇതിന്റെ മേലെ കിടന്നുറങ്ങുന്ന നിങ്ങൾക്ക് അള്ളാഹു തരുന്ന ഭയാനകരമായ ശിക്ഷ ഞാൻ ഓർത്തുപോയിട്ട് കരഞ്ഞു തന്നു. ഇത് പറയേണ്ട താമസം ബൽഖയുടെ ഭരണാധിപൻ ഒന്ന് ഞെട്ടി. അയാളൊന്ന് ഞെട്ടിയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് മാറി. പിന്നെ അവളെ ശ്രദ്ധിച്ചില്ല. ആ മനുഷ്യന്റെ കൽബിൽ ഒരു ഇടി വീണ പോലെയായി. അയാൾ ചിന്തിച്ചു, അവൾ പറഞ്ഞത് ശരിയല്ല പടച്ചോനെ. ഞാൻ നിന്നെ ഓർക്കാത്ത നാളുകൾ എത്രയാ പടച്ചറബേ എന്നെ മുന്നിൽ കഴിഞ്ഞു പോയത്. അവൾ എന്റെ മനസ്സിലേക്ക് ഒരു കിളിവാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതിന്റെ മേലെ എന്ന് കിടന്നുറങ്ങുന്ന എനിക്ക് പടച്ചോനെ നീ തരാൻ വെച്ച ശിക്ഷ എന്താവും? ഒരു നേരം കിടന്നുറങ്ങിയ പെണ്ണിന് ആ ബെഡിന്റെ യജമാനായി ഞാനൊരു അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും അല്ലാഹുവേ നിന്നെ ഓർക്കാതെ അതിന്റെ മേലെ കിടക്കുന്ന എനിക്ക് നീ നൽകുന്ന മാരകമായ ശിക്ഷ എന്താകും പടച്ചോനെ എന്നാണ് ചിന്ത. പിന്നെ രാജൻ ചിന്തിച്ചു, മനുഷ്യന്റെ കൽബ് വല്ലാണ്ട് പതറി, വിറങ്ങലിച്ചു. എല്ലാം പടച്ചറബേ പാടെ ഇതാ ത്യജിച്ചു. രാജൻ ചിന്തിച്ചു, ആകെ വിറങ്ങലിച്ചു. എല്ലാം പടച്ച റബ്ബേ പാടെ ഇതാ ത്യജിച്ചു. നശ്വരമാം ജീവിതം കെട്ടിപ്പുണർന്നു ഞാനേ, നന്മയതോ ചെയ്യാതെ രക്തചൊരിച്ചിലാണേ. കാലം കഴിഞ്ഞു പോയി, നാഥ മറന്നു പോയി. സ്നേഹം വെടിഞ്ഞു പോയി, മധുരം നുകർന്നതായി. ആ പെണ്ണിന്റെ വാക്ക് ഇബ്രാഹിം നദ്ഹമിന്റെ കൽബൊന്ന് വല്ലാണ്ട് വേദനിപ്പിച്ചു. മൂപ്പരുമെല്ലാം പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ചിന്ത തന്നെ, ഞാൻ എന്താ ചെയ്യാ? എത്രയോ കാലമായി ഈ മണ്ണിൽ ഞാൻ ജീവിക്കുന്നു. അല്ലാഹുവേ നിന്നെ ഞാൻ മറന്നുപോയല്ലോ. നിനക്ക് വേണ്ടി ഒരു റക്അത്ത് പോലും ഞാൻ നിസ്കരിച്ചില്ലല്ലോ. നിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ഓർത്തില്ലല്ലോ. എൻ്റെ സുഖങ്ങൾക്ക്, എൻ്റെ ഇംഗിതങ്ങൾക്ക് ഞാൻ വഴിപ്പെട്ട് ജീവിച്ചു വല്ല പടച്ചോനെ. ആ ഒരു ചിന്ത മനുഷ്യനെ വല്ലാണ്ട് തളർത്തി. പിന്നെ ഇരുന്നാ ഇരിപ്പാണ്, കിടന്നാ കിടപ്പാണ്. ഒന്നും വല്ലാത്തൊരു ചിന്തയിലാണ്. ഒന്നും മനസ്സ് പോകുന്നില്ല. ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ഒന്നും കുടിക്കുന്നുമില്ല, തിന്നുന്നില്ല. ഒരേ ഇരിപ്പാ. ചിന്ത ഒരു വല്ലാത്ത ചിന്ത. ഭാര്യ മെല്ലെ അരികത്ത് വന്നു. ഭാര്യ വിളിച്ചു, മാപ്പിളെ മൂപ്പര് വെച്ചെന്തേ? അല്ല നിങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ടേ? എനിക്ക് വേണ്ടടി. വെള്ളോ? അത് തീരെ വേണ്ട. ഇതെന്തെങ്ങനെ? അങ്ങനെയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, എടി പെണ്ണ് നീ ഒരു കഥയറിയോ? എന്താ? നമ്മൾ കിടക്കുന്ന ബെഡിൽ ആ അടിമപ്പെണ്ണ് കിടന്നു അടിച്ചു വരാൻ വേണ്ടി വന്നപ്പോ. എന്നിട്ട് ഞാൻ അവർക്ക് നല്ല അടി കൊടുത്ത്. അപ്പൊ അവൾ എന്നോട് പറയാ, ഒരു നേരം ഞാൻ അങ്ങനെ കിടന്നപ്പോ എനിക്ക് ഇങ്ങനത്തെ ഒരു തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്തും അതിന്റെ മേലെ കിടക്കുന്ന എനക്കത്ര തല്ല് പടച്ചോന്നിരുന്നു. അപ്പൊ ഭാര്യയായിട്ട് ചിരിച്ചു. ചിരിച്ചപ്പോ ഇബ്രാഹിം നദം ഭാര്യയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, നീ എന്താ ചിരിക്കുന്നു വെച്ചു. അന്നേരം പറഞ്ഞു, അതൊരു അടിമപ്പെണ്ണ് പറഞ്ഞതല്ലേ, അത് നിങ്ങൾ വലിയ കാര്യാക്കണ്ട.
അത് വലിയ കാര്യാക്കണ്ട. പക്ഷെ ഇബ്രാഹിം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൽബിലുണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത് ഒരിക്കൽ കിട്ടണമെന്ന്. നിങ്ങൾക്ക് കിട്ടാതെ അത് അധിക പെണ്ണുങ്ങളെ കൽബിലുണ്ട്. മാപ്പിളക്ക് ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് പറയോ നിങ്ങൾക്ക് കിട്ടേണ്ട തന്നെയാ അത്. പിന്നെ അത് പുറത്ത് പറയില്ല. അതുകൊണ്ടാ പുറത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ കയ്യും കാലും ഉണ്ടാവില്ല. പഴയ പെണ്ണുങ്ങളാട്ടാ. ഇപ്പം അല്ല. ഇപ്പം നമുക്ക് തല ഉണ്ടോന്ന് രാവിലെ എണീച്ചിട്ട് വരുത്തേണ്ടി വരും. ഇപ്പൊ ചില ഭർത്താക്കന്മാർ വാട്സപ്പ് കളിച്ചോണ്ടിരിക്കല് ഇവൾ ഉറങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഓൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്താ വലിയ കുടുക്കയിലെടുത്ത് തലയിലിട്ടിട്ട് ഓരോരുത്തരെ കിടക്കുന്നത്. അല്ലെങ്കിൽ തലക്ക് ഒരടി കഴുത്തിന് കത്തി. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷപ്പെട്ട പെണ്ണുങ്ങൾ അടങ്ങേറി നിന്നു. പെണ്ണിട്ടാത്ത ചേക്കൻ ആമീൻ പറയുന്നിട്ട് നിങ്ങൾ ഓൻ ഭാവി ഓർത്തിട്ട് ആമീൻ പറഞ്ഞതാ. നന്നായി. ഭാര്യയുടെ കൽബിലുണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാ കിട്ടിയത്. പക്ഷെ അത് പുറത്ത് കാണിച്ചില്ല. എന്നിട്ടും പറഞ്ഞു നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ ഭക്ഷണം കഴിക്കുക. അല്ലടി, സത്യത്തിൽ അവൾ പറഞ്ഞ ശരിയല്ലേ? ഭാര്യ പറഞ്ഞു ശരിയാണ്. അതിന്റെ മേലെ കടന്നിട്ട് അള്ളാനെ മറന്നിട്ടുണ്ട്. നിങ്ങൾ മാത്രമല്ല ഞാനും കുറച്ച് മറന്നുപോയി, നിനക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അല്ല പെണ്ണെ, നീ കുറച്ച് അള്ളാനൊക്കെ പേടിച്ച പെണ്ണാണ്. പക്ഷെ ഞാൻ ആ തീരെ തെമ്മടിയായിപ്പോയത്. എന്റെ നാഥൻ എന്നോട് പൊറത്തു തരുവോ? എന്റെ പടച്ചോൻ എനിക്ക് പൊറത്തു തരുവോ എന്റെ പെണ്ണേന്ന് നാഥനവൻ റഹ്മാനെ എൻ കൽബിനുള്ളിലെ വ്യാധി കുല്ലുമമൈത്തവനെ നീ നീക്കിത്താ നീതാ നീതാ നീതാ. നാഥനവൻ റഹ്മാനെ എൻ കൽബിനുള്ളിലെ വ്യാധി കുല്ലുമമൈത്തവനെ നീ നീക്കിത്താ നീതാ നീതാ നീതാ. നാഥ എൻ ജീവിതമാകെ ഹൈറിൻ പാതയിലാക്കിത്ത റാഹത്തിൽ നിന്റെ ത്വരീഖിൽ എന്റെ ഹയാത്തും നീക്കിത്ത. ഇബ്ലീസിൻ തോഴൻ ഞാൻ ഇന്നേരം എന്നെ നീ മാറ്റിത്ത. ഇബ്രാഹിം എന്നൊരു പാവി തേടും റബ്ബേ ബാബും താ. പാപിക്കായി തൗബക്കായി അന്തറഹീമുൻ റഹ്മാനുൻ മന്നാനെ ദയ്യാനെ എല്ലാം പോറ്റി ഭരിച്ചിടും കോനെ നീയാണി ഉലകിന്നൊരു നാഥൻ. നീയാണി ഉലകിന്നൊരു നാഥൻ. നീറ്റലടക്കും അധിപതിയായോ നീറ്റലടക്കും അധിപതിയായോ. നാഥനവൻ റഹ്മാനെ എൻ കൽബിനുള്ളിലെ വ്യാധി കുല്ലുമമൈത്തവനെ നീ നീക്കിത്താ നീതാ നീതാ നീതാ. അതെ, കൽബൊന്ന് വല്ലാണ്ട് തളർന്നു പോയിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത കൽബിൽ അല്പാൽപ്പായിട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മൂപ്പര് ബാങ്ക് കേട്ട പള്ളിയിൽ പോക്ക് തുടങ്ങി. പള്ളിയിൽ പോക്ക് തുടങ്ങിയത് മാത്രമല്ല, പള്ളിയിൽ കുറച്ച് സമയം ഇരിക്കുകയൊക്കെ ചെയ്യും. അവിടെ എന്തെങ്കിലും വയലൊക്കെ ഉണ്ട്, അത് കേൾക്കാൻ വേണ്ടി കുറച്ച് ഇരിക്കാൻ തുടങ്ങും. അപ്പം ജനങ്ങളൊക്കെ അങ്ങനെ നോക്കൂ. രാജാവ് പള്ളിയിലോ ഒരു വല്ലാത്ത നോട്ടമുണ്ടല്ല, അതിപ്പോ ഉണ്ട് അങ്ങനെ നോട്ടം. ചില ചെറുപ്പക്കാർ പള്ളിയിൽ റമദാന് സ്പെഷ്യലായിട്ട് കയറി വരലുണ്ട്. എന്നാൽ പിന്നോമ്പിന് വരില്ല. ആ വരാതിരിക്കാൻ കാരണം പള്ളി സ്ഥിരം വരുന്ന കുറേ ആളെ കൊണ്ടാണ്. സത്യം, ഈ പള്ളിന്റെ ഉദ്ഘാടനം കൊണ്ട് ഞാൻ പറയാം. പള്ളിയിൽ സ്ഥിരമായിട്ടിരിക്കുന്ന കുറേ ആളുണ്ട്. അവർ പള്ളിയിലിരിക്കുന്നത് ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹിന്റെ പുണ്യം കരസ്ഥാക്കണം എന്നുള്ള ഒരു വലിയ അഭിപ്രായം കൊണ്ടൊന്നും ആയിരിക്കില്ല. ആടെ ഫിത്ന പറയാൻ ആ മുമ്പിലൊരു ഇരുത്തുണ്ട്. ചില ചെറുപ്പക്കാരൊക്കെ പള്ളിയിൽ വരുമ്പോൾ ഒരു നോട്ടമുണ്ട്. എന്നിട്ട് ചോദ്യോ, നീ എല്ലാം പള്ളിയിൽ വരാൻ തുടങ്ങിയാന്ന്. ഇവന്റെ ലാസ്റ്റ് നിസ്കാരമായിരിക്കും അത്. അതിറങ്ങിയിട്ട് ഇവൻ പോകുമ്പോൾ വരുന്നവനോട് പറയും പോടാടാ ആടെ ഉണ്ടടാ മറ്റേത്. അങ്ങനെ വരുന്ന ഒരുത്തനെ പള്ളിൻ്റെ അടുത്ത് കിട്ടിയാൽ പിന്നെ വിടാൻ പാടില്ല. പിടിച്ചിട്ട് അൽഹംദുലില്ലാ ഇങ്ങനെ ആവണം മോനെ, പള്ളിയിലൊക്കെ ഇടക്കിടക്ക് വരണം, അള്ളാഹ് നമുക്ക് മരിച്ചുകൊണ്ടേ അല്ല പറഞ്ഞ് റായത്തായി ഓനൊരു സപ്പോർട്ട് ചെയ്ത് കൊടുത്തു നോക്കിയാട്ടെ, ഓൻ 10 വക്ത് നിസ്കരിച്ച് കളിയും. ഇതാ വരുന്നവൻ ഒരൊറ്റ ഭക്ത് കൊണ്ട് പിന്നെ പള്ളിയിലേക്ക് വരാത്ത കോലത്തിലാക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്. അത് ഈ ഭാഗത്തില്ല ഇൻഷാ അല്ലാഹ്. ഇവിടെ ഉള്ളൂ എന്നാ. ഏതായാലും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, ആമീൻ. അപ്പൊ രാജാവ് പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ നോട്ടൊക്കെ നോക്കാൻ തുടങ്ങി ജനങ്ങൾ. മൂപ്പർക്ക് അതൊന്നും ശ്രദ്ധയില്ല, പറഞ്ഞ പോലെ ഇല്ല പോലും. മൂപ്പര് പള്ളിയിൽ വരാൻ തുടങ്ങി.
പള്ളിയിൽ ചിലപ്പോൾ ഉറുതിയൊക്കെ ഉണ്ടാകും, അതൊക്കെ കേട്ട് അവിടെ ഇരിക്കും. ഒരു ദിവസം കൊട്ടാരത്തിലിരിക്കുമ്പോ ഒരു രാജഭടൻ വന്ന് തല കാണിച്ചിട്ട് പറഞ്ഞു, മഹാരാജാവേ എന്താ ഒരു സംഗതി നിങ്ങളെ അറിയിക്കട്ടെ എന്ന് വെച്ചു. എന്താന്ന് വെച്ചു, നമ്മളെ പള്ളിൻ്റെ അടുത്ത് ഒരു സൂഫിയായ മനുഷ്യൻ വന്നിട്ടുണ്ട് പറഞ്ഞു. ഒരു സൂഫി വര്യനായ മനുഷ്യൻ, മൂപ്പരെ പ്രസംഗം കേൾക്കാൻ ജനങ്ങൾ ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട്. മൂപ്പര് നല്ല രസമുണ്ടായുള്ള പ്രസംഗം കേൾക്കാൻ, ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു, എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ? നമുക്ക് പോകാൻ തുടങ്ങും. ഒരു ദുഹറിന്റെ സമയം, ദുഹർസ്കാരൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് വന്നിരിക്കുന്ന ടൈം അവിടെ പ്രസംഗം തുടങ്ങിയിട്ടുണ്ട് പള്ളിൻ്റെ അടുത്ത്. പരിവാര സമേതം രാജാവും ജനങ്ങളും അങ്ങോട്ട് പോയി. സൂഫിവര്യനായ മനുഷ്യൻ ജനങ്ങളെ മുന്നിലെത്തിക്കൊണ്ട് അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കുകയാണ്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കെ ഒരു ആരവം കേട്ടു, ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോ എല്ലാവരും അങ്ങോട്ട് നോക്കി. പിന്നെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഓടാൻ തുടങ്ങി അങ്ങോട്ട്. അവർ വിളിച്ചു പറയുന്നുണ്ട്, മഹാരാജാവ് ബൽക്കാപരനാധിപൻ ഇബ്രാഹിം അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ ആരും ആ സദസ്സിൽ എല്ലാവരും അങ്ങോട്ട് പോയി, ഓടിപ്പോയി. മൂപ്പരെ കാല് പിടിച്ച മുത്തുന്നു, കൈ പിടിച്ച മുത്തുന്നു, തല പിടിച്ച മുത്തുന്നു, മുത്താൻ കിട്ടാത്ത മുത്തോന്റെ പേട്ടിക്ക് മുത്തുന്നു. ലോകമുത്തല്, ജമാഅത്തായ മുത്ത്. ഇതെല്ലാം ഈ മനുഷ്യൻ ഇങ്ങനെ കണ്ടു നിന്ന് കുറെ കഴിഞ്ഞ് ഇബ്രാഹിം അദ്ദേഹം അടക്കം സദസ്സിലേക്ക് വന്നു. മൂപ്പര് തന്റെ കുതിരപ്പുറത്ത് താഴെ ഇറങ്ങി ഒരു ഇരിപ്പിടത്തിൽ അവിടെ ഇരുന്നു. ജനങ്ങൾ മുഴുവൻ അക്ഷമരായി കാത്തിരുന്നു. ആ സൂഫിയായ മനുഷ്യൻ പ്രസംഗിച്ചില്ല. അയാൾ അവരെ തന്നെ നോക്കി നിന്നു. ആ മനുഷ്യന്റെ ഖാദിമ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ജനങ്ങളൊക്കെ വന്നിട്ട് ഇരുന്നിട്ടുണ്ട്, വയല് തുടങ്ങണം. പൊട്ടിത്തെറിച്ചുകൊണ്ട് മനുഷ്യൻ ചോദിച്ചു, ആരോടെനിക്ക് പറയാനുള്ളത്? കേവലം മനുഷ്യനായുള്ള ഇബ്രാഹിമിനെ എന്തിനാണിത്ര ബഹുമാനം നിങ്ങൾ കാട്ടിയാദരിക്കുന്നു, കാൽ തൊട്ട് വന്നിക്കുന്നു, ദീൻ കാര്യം വിട്ടെറിഞ്ഞിടാനും. കേവലം മനുഷ്യനായുള്ള ഇബ്രാഹിമിനെ എന്തിനാണിത്ര ബഹുമാനം നിങ്ങൾ കാട്ടിയാദരിക്കുന്നു, കാൽ തൊട്ട് വന്നിക്കുന്നു, ദീൻ കാര്യം വിട്ടെറിഞ്ഞിടാനും. ഭൗതിക രാഷ്ട്രത്തിലെ ഒരു ചക്രവർത്തിയാ, സൗഖ്യത്തിൽ കഴിയുന്ന ഇയാൾക്ക് എന്ത് കീർത്തിയാ. രാജാതിരാജൻ റബ്ബിന്റെ അടുക്കൽ നാം എത്തിയാൽ സമമാണ് എല്ലാ മനുഷ്യരും എന്നതോർക്കയായി. ജല്ല ജലാലായുള്ള റഹ്മാനെ സ്തുതിക്കേണം, അൽഹംദുടയവനായ സുബ്ഹാനെ വന്ദിക്കേണം, കരുണക്കടലായുള്ള പുരാനെ വാജിദും വാഹിദുമായ കരീമേ. കേവലം മനുഷ്യനായുള്ള ഇബ്രാഹിമിനെ എന്തിനാണിത്ര ബഹുമാനം നിങ്ങൾ കാട്ടിയാദരിക്കുന്നു, കാൽ തൊട്ട് വന്നിക്കുന്നു, ദീൻ കാര്യം വിട്ടെറിഞ്ഞിടാനും. ആരോടാ ഞാൻ പ്രസംഗിക്കേണ്ടത്? ഈ വിവരം കെട്ട ടീമിനോടോ? അള്ളാഹുവിനെ കുറിച്ചും അവന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും പറയുന്ന വേദിയിൽ നിന്ന് കേവലം ഭൗതിക ലോകത്തിന്റെ രാജാവായ ഈ മനുഷ്യനെ ആദരിക്കാനും സ്നേഹിക്കാനും വേണ്ടി ഇറങ്ങിയോടിയില്ലേ നിങ്ങൾ? അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു സദസ്സിനെ നിങ്ങൾ വിട്ടെറിഞ്ഞോടിയില്ലേ? ഈ സദസ്സിനെ അവഗണിച്ചുകൊണ്ട് ധിക്കാരപൂർവ്വം നിങ്ങൾ തിരിച്ചോടുമ്പോ നിങ്ങൾ ആരെയാണ് സ്നേഹിച്ചത്? ഭൗതിക ലോകത്തിന്റെ ചക്രവർത്തിയായ ഈ മനുഷ്യനെയാണോ? അണ്ടകടാഹത്തിന്റെ ചക്രവർത്തിയായ അള്ളാഹുവിന്റെ സദസ്സിനെ വിട്ടുകൊണ്ട് നിങ്ങൾ ഓടിയത്? വിഡ്ഢികളായ നിങ്ങളോട് ഞാൻ എന്ത് പ്രസംഗിക്കാനാണ്? അതുകൊണ്ട് എനിക്ക് പ്രസംഗമില്ല. ഈ മനുഷ്യൻ ഭൗതിക ലോകത്തിന്റെ രാജാവാണ്. ഇയാൾ ആള് തെമ്മാടിയാണ്. ഇയാൾ ചെയ്യാത്ത തെമ്മാടിത്തരമില്ല. കുറ്റങ്ങളുടെ ഉത്തുന്നതയിലാണ് ഈ മനുഷ്യന്റെ നിൽപ്പ്. ഇയാളെയാണോ നിങ്ങൾ ബഹുമാനിക്കുന്നത്? സാധാരണഗതിയിൽ ഇബ്രാഹിം നദ്ഗമിന്റെ പഴയ കോലാണെങ്കിൽ ഉസ്താദിന് തല ഉണ്ടാവില്ല. തലയില്ലാത്ത ഉസ്താദിന് ഇങ്ങനെ കാണാം. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇപ്പം പോവും. അയാളെ തല പോകുന്ന കാണാൻ നമുക്ക് ഒരാത്താന്നല്ല, അത് പൊതുവെ അങ്ങനെയാന്നല്ല. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ വർത്താനം മുഴുവൻ ഇയാളെ കുറിച്ച് പറഞ്ഞിട്ട് ഇബ്രാഹിം നദ്ഗം തലയും താഴ്ത്തി അവിടെ ഇരുന്നു. ഒരക്ഷരം മിണ്ടിയില്ല. മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോ സൂഫി വര്യൻ പ്രസംഗം തുടർന്നു. അവരെ ഉപദേശമൊക്കെ നടത്തിയിട്ട് പറഞ്ഞു വിട്ടു. എല്ലാവരും പിരിച്ചുവിട്ട് നാളെ തുടങ്ങാൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു പോയി. ഇബ്രാഹിം നദ്ഗമും കുറച്ച് പട്ടാളക്കാർ അവിടെ വെക്കുന്നുണ്ട്. മൂപ്പര് തലകുനിച്ചിരിക്കുകയാണ്. എല്ലാവരും പോയി. ആൾക്കാർ കുറെ ദൂരെ നിന്നിട്ട് അവിടെ നിന്ന് ഇനി എന്താകുമെന്ന് ദൂരെ നിന്നൊരു വിദൂര കാഴ്ച കാണാൻ വേണ്ടിയിട്ട്
ഏതായാലും ഉസ്താദിന്റെ തല പോക്കാണ്, അന്ന് കണ്ടിട്ട് പോവാ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ദൂരെ മാറിയിരുന്നു. പട്ടാളക്കാർ ചോദിച്ചു, മഹാരാജാവേ നിങ്ങൾ വരുന്നില്ലേ, പോണ്ടേ, വീട്ടിൽ പോണ്ടേ ചോദിച്ചു. ഇപ്പൊ പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പിന്നെ വന്നോളാം. രാജാവിന്റെ കൽപ്പനയാണ്, ഇനി അവിടെ നിൽക്കാൻ പാടില്ല, എല്ലാവരും പിരിഞ്ഞുപോയി. ഇബ്രാഹിം ഒറ്റക്കാണ്. സോഫിയാരിയനായ മനുഷ്യൻ അയാളെ ശ്രദ്ധിച്ചില്ല. തന്റെ പർണശാലയിലേക്ക്, താൻ കിട്ടിയ ടെന്റിലേക്ക് മൂപ്പരങ്ങട്ട് കയറി. മൂപ്പര് കയറി 1 മിനിറ്റ് കഴിഞ്ഞില്ല, നേരെ ബേക്കൽ ഇബ്രാഹിം നദുവും ടെന്റിന്റെ ഉള്ളിലേക്ക് കയറി. ടെന്റിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ താൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് വലിയ എഴുന്നേറ്റുകൊണ്ട് സോഫിയനായ മനുഷ്യൻ ചോദിച്ചു, എന്തിന് നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നു? നിങ്ങളുടെ കൊട്ടാരത്തിൽ കിട്ടുന്ന ഒരു സുഖവും ഈ ടെന്റിന്റെ അകത്തില്ല. ഞാൻ കിടക്കുന്നത് കീറപ്പായക്കകത്താണ്. ഈത്തപ്പനയുടെ ഓല കൊണ്ട് മിടഞ്ഞെടുത്ത ഈ കീറപ്പായക്കകത്താണ് ഞാൻ കിടക്കുക. നിങ്ങളുടെ പട്ടിന്റെ മെത്തയൊന്നും ഇവിടെ ഇല്ല. ഇബ്രാഹിം നദീമ കിടക്കുന്ന പട്ടിന്റെ മെത്ത ഒരു വല്ലാത്ത മെത്ത. ആ ചരിത്രത്തെ പറഞ്ഞിട്ട് ആ 18ഓളം വരുന്ന മെത്തയുടെ അടിയിൽ ഒരു കുരുമുളകിന്റെ മണിയെങ്ങാനും കെണിഞ്ഞു പോയാൽ മൂപ്പർക്ക് അതിന്റെ മേലെ കടന്ന് ഉറക്കം കിട്ടൂല. നമ്മളെ കിടക്കന്റെ അടിയിൽ ഒന്ന് നോക്കി നോക്കിയാട്ടെ നിങ്ങള്. CD കാസറ്റ്, ഭാര്യന്റെ ചേർപ്പ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് എല്ലാം ഇതിന്റെ അടിയിലാണ് ഉണ്ടാകുക. ഒരു പ്രശ്നമില്ല നമുക്ക്. അതിന്റെ മേലെ കടന്നിട്ട് പോത്ത് പോലെ ഉറങ്ങുകയും ചെയ്യും. ഒരു പ്രശ്നമില്ല നമുക്ക്. അതൊരു വല്ലാത്ത ഉറക്കാന്ന്. കൈ ഇങ്ങോട്ട്, കാലങ്ങോട്ട്, തല ഇങ്ങനെ കുത്തനെ. ഓരോരുത്തർ കിടന്ന ഇവൻ മനുഷ്യനാണെന്നൊന്നും തന്നെ തിരിയില്ല. എന്നാൽ മൂപ്പരുടെ അത്ര സുഖമുള്ള ബെഡൊന്നും ഇവിടെ ഇല്ല. ഞാൻ കിടക്കുന്നത് ഈ കീറപ്പായലാണ്. കൊട്ടാരത്തിന്റെ ഒരു ആർഭാടം ഇതിന്റെ അകത്തില്ല. നിങ്ങൾ എന്തിനിവിടേക്ക് കടന്നു വന്നു? എന്നെ ദ്രോഹിക്കാനോ? നിങ്ങൾക്കെതിരെ പറഞ്ഞതുകൊണ്ട് എന്നെ തലവെട്ടാനോ? എങ്കിൽ നിങ്ങൾ തലവെട്ടിക്കൊള്ളൂ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഷഹീദായി എന്ന് കണക്കുകൂട്ടിക്കൊള്ളാം. അപ്പോഴും ഇബ്രാഹിം മുണ്ടിയില്ല. ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയ സൂഫിവരൻ കണ്ടത് കണ്ണുനീരിങ്ങനെ ഒലിച്ചു വരികയാണ്. കണ്ണുനീര് താടിയിലേക്ക് അലിഞ്ഞിറങ്ങാൻ തുടങ്ങിയപ്പോ സൂഫിവരൻ ചോദിച്ചു, ഹേയ് നിങ്ങൾ കരയാണോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് മൂപ്പര് പറഞ്ഞു, മഹാനവറുകളെ എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ യാഥാർത്ഥ്യമാണ്, അതിലൊന്നും തെറ്റില്ല. ഞാൻ തെമ്മാടിയാണ്. ഞാൻ ചെയ്യാത്ത ഒരു തെമ്മാടിത്തരവും ബൽഖയിലില്ല. എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അമ്മാതിരി തോന്നിയ സുഖം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്റെ കൽബിൽ അള്ളാഹുവിനെ കണ്ടെത്താൻ ഒരു വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. എനിക്ക് തൗബയുണ്ടോ? എന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുമോ? സൂഫിവര്യനായ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മനസ്സറിയുന്നവൻ അള്ളാഹുവല്ലേ? ഒരു മനുഷ്യന്റെ മനസ്സറിയുന്നവൻ അള്ളാഹുവല്ലേ? നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ആഗ്രഹം യഥാർത്ഥമാണെങ്കിൽ, യാഥാർത്ഥ്യത്തിൽ നിന്നുള്ളതാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ മനസ്സറിയും. അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ. പടച്ചറപ്പ് നിങ്ങൾക്ക് അതിനുള്ള തൗഫീക്ക് തരട്ടെ. ചേർത്ത് പിടിച്ചിട്ട് ഒരു പ്രാർത്ഥന നടത്തി വിട്ടപ്പോ ലോകം വെട്ടിപ്പിടിച്ച ഒരു വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായിരുന്നു ഇബ്രാഹിം നദിഹബിന്റെ കൽബിന്റെ അകത്ത്. 18ഓളം വരുന്ന വിസ്തൃതമായ രാജ്യത്തെ വെട്ടിപ്പിടിച്ച അധികാരത്തിൽ തന്റെ രാജ്യത്തോട് ചേർത്തതിനേക്കാൾ ഒരു വല്ലാത്ത അനുഭൂതി തന്റെ കൽബിന്റെ അകത്തുണ്ടായിരുന്നു. ആ സൂഫിവനായ മനുഷ്യന്റെ ഒരു പ്രാർത്ഥനയിൽ ആ മനുഷ്യന് കിട്ടിയത്. പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. വല്ലാത്തൊരു സന്തോഷം കൊണ്ടുപറ്റും. വീട്ടിൽ പോയി ഭാര്യയോട് സന്തോഷത്തോടെ ചിരിച്ചപ്പോ ഭാര്യ പറഞ്ഞു, കുറച്ച് ദിവസമായിട്ട് കാണാത്തൊരു ചിരിയാണല്ലോ ഇത്. അപ്പൊ പറഞ്ഞു, അള്ളാഹുവിനെ കണ്ടെത്താൻ ഒരു മനുഷ്യൻ എനിക്ക് റൂട്ട് കാട്ടി തന്നിട്ടുണ്ട്. ആ മനുഷ്യന്റെ പ്രാർത്ഥന എന്റെ കൽബിൽ പതിച്ചിട്ടുണ്ട്. ഞാനിപ്പോ വല്ലാത്ത സന്തോഷത്തിലാണ്. കൊട്ടാരത്തിൽ ആട്ടും പാട്ടും കൂത്തൊക്കെ നിർത്തി, എല്ലാം ബ്രേക്ക് ഇട്ടു. പിന്നെ മൂപ്പർ ഇബാദത്താണ്. കൊട്ടാരത്തിൽ നിന്ന് ഇബാദത്ത് തുടങ്ങി. നിസ്കാരം, നോമ്പ്, പള്ളിയിൽ പോവും, തിരിച്ചു വരും. പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം. പകലും നമ്മൾ അതേ സ്വഭാവം. ചിരി വരുന്നല്ലേ? പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരവും. ആര്? നമ്മള്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ. മക്കത്ത് പോയിട്ട് നിസ്കരിക്കാത്ത മനുഷ്യന്മാരുണ്ട്. മക്കത്ത് ഉംറക്ക് പോയിട്ട് ഒരു നിസ്കരിക്കാത്തവനോട് ഞാൻ ചോദിച്ചു, അവിടെ ഹറമിലല്ലേ നീ വന്ന് നിസ്കരിച്ചുകൂടെയല്ലോ? എന്താ പറഞ്ഞാൽ എന്നോട്, അവിടെ ഉംറക്കൊന്നാക്ക് ചോറുണ്ടാക്കി കൊടുക്കുന്നത് ചങ്ങായി. എന്നോട് എന്താ പറഞ്ഞറിയോ? പണിയെടുക്കാനാണ് ഇവിടെ വന്നിനി. നിസ്കരിക്കാനാണെങ്കിൽ നാട്ടിലെ പടി നിസ്കരിച്ചാൽ പോരെ. നോനോട് വേറെന്നാ ഞാൻ പറയുക. നിസ്കരിക്കാനാണെങ്കിൽ നാട്ടിൽ നിസ്കരിച്ചാൽ പോരെ. മക്കത്ത് വന്ന് ഇവിടെ പണിയെടുക്കാൻ വന്നേ. അതുകൊണ്ട് പണി തന്നെ 24 മണിക്കൂറും. ചിന്തിക്കുങ്ങള് ഹറമിൽ പോയിട്ട് നിസ്കരിക്കാൻ മനസ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ ഓൻ്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നമുക്ക് അവന് ഇബാദത്ത് ചെയ്യാനുള്ളൊരു തൗഫീക്ക് നൽകുമാറാകട്ടെ. നല്ല മനസ്സ് വേണം. പള്ളി ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല.
ആ പള്ളിയിലേക്ക് കയറിപ്പോകാനുള്ള ഒരു നല്ല മനസ്സുകൂടി നമ്മൾ അതിൻ്റെ കൂടെ ചേർത്തെടുക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് തരട്ടെ. മനോഹരമായ പള്ളിക്ക് ഇങ്ങനൊരു പള്ളിയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നില്ലേ? പള്ളിയില്ലാത്തൊരു കാലം. നേരെ മിഹ്റാബിലേക്ക് കയറി നിന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിരുന്നു. പൂഴിക്കകത്ത് റസൂലുള്ളാഹിന്റെ കാൽപാദം കണ്ടിട്ട്, പുണ്യനബി നിന്ന നിപ്പിൽ ആ കാൽപാദത്തിന്റെ അടയാളം കണ്ടിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിരുന്നു മിഹ്റാബിൽ നിന്ന്. ഇന്നത്തെ പള്ളിയിലെ മിഹ്റാബിൽ ഉസ്താദ് 30 കൊല്ലം ഇമാം വന്നാലും കാലിന്റെ അടയാളം കാണൂല. പക്ഷെ അങ്ങനത്തെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ബാക്കോട്ട് നോക്കിയാൽ കാണാത്തത്ര ജനങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ പള്ളിയിൽ ചിലപ്പോ, ഞാൻ ഈ ഭാഗത്തെ കഥയല്ല പറഞ്ഞു, ചിലപ്പോ സുബഹിക്കല്ലോ മുക്കരിക്കില്ലെങ്കിൽ ജമാഅത്ത് നടക്കൂല. ഉസ്താദ് ഒറ്റക്ക് ഇങ്ങനെ കണ്ടിരും. ചില സ്ഥലത്തൊക്കെ ഉള്ള അനുഭവം അത്. ഉള്ളല്ലോ ഞങ്ങൾ ഒരു ഉസ്താദ് ഒരു പുറക്കോയിട്ട് മുട്ടി വിളിച്ച് ആജിക്കാനാ, അജിക്കാ പൊന്നാ രാജിക്കാ വാ ഇറങ്ങി വാ, ജമാഅത്ത് നടന്നില്ലേ മൊത്തം കുറ്റക്കാരായി പോന്ന് വാ. ഇയാളെ ഉറക്കം കണ്ണും തിരുമ്മിയിട്ടൊരു പോക്ക് പോയി. പടച്ചോനെ ഒരു വിരാന്താന്നപ്പോൾ പള്ളീൻ്റെ അടുത്തൊന്നും പുരയെടുക്കാൻ പാടില്ല, ജമാഅത്തില്ലെങ്കിൽ നമ്മളെ വിളിക്കാം. ഇയാൾ ഒതു കൊടുക്കാൻ നല്ല തണുപ്പുണ്ട്. ഒതു കൊടുത്തോടുക്കുമ്പോൾ ഒരു ചക്ക വണ്ടി നിർത്തിയിട്ട് നിസ്കരിക്കാൻ വന്ന് ഇവൻ ചോദിച്ചു, യാജിക്ക് ചോദിച്ചു, ജമാഅത്ത് നിസ്കരിക്കാൻ വന്നാ രക്ഷപ്പെട്ടു അൽഹംദുലില്ലാ. ഉസ്താദ് ആള് വന്നട്ടാ, ഞാൻ വരുന്നു, അസ്സലാമു അലൈക്കും. തിരിച്ചുപോയി. ബൽഖയുടെ ഭരണാധിപൻ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു. പിന്നെ ഇബാദത്താണ്, നോമ്പും നിസ്കാരവും ഭയങ്കര ഇബാദത്ത്. കൊട്ടാരത്ത് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ, അധികാര ബന്ധങ്ങൾ. പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് പോകാനും കഴിയില്ല. മൂപ്പരങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, പടച്ചോനെ ഈ നടുവിൽ ഇങ്ങനെ നിന്നിട്ട് ഈ കൊട്ടാരത്തിൽ ഇങ്ങനെ ജീവിച്ചിട്ട് അള്ളാഹുവേ നിന്നെ കണ്ടെത്തുന്ന കാര്യത്തിൽ എനിക്ക് വിജയം കിട്ടും പടച്ചോനെ. അങ്ങനെ ഒരു മഗ്‌രിബിന്റെ സമയം, മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് പള്ളിയിൽ നിന്ന് വന്നിട്ട് കൊട്ടാരത്തിൽ തന്റെ ബെഡ്റൂമിൽ നിന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഗേറ്റിന്റെ അടുത്ത് ഭയങ്കര കുഴപ്പം. കൊട്ടാര ഗേറ്റ്. മൂപ്പര് ജനവാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു മനുഷ്യനെ റബ്ബർ പന്ത് തട്ടും പോലെ ജനങ്ങൾ തട്ടാ പുറത്തേക്ക്. തട്ടുന്നതിനേക്കാൾ സ്പീഡ് അയാൾ കയറി വരുന്നുണ്ട്. പിന്നെയും പട്ടാൾക്കാർ പിടിച്ച് പുറത്തേക്ക് കളഞ്ഞു. അയാൾ എന്തോ പുലമ്പുന്നുണ്ട്. ഒരു പ്രാകൃത കോലത്തിലുള്ള മനുഷ്യനാ. പട്ടാളക്കാർ തള്ളുന്നു, അയാൾ ശക്തമായിട്ട് തിരിച്ചു വരുന്നു. എത്ര പട്ടാളക്കാർ പിടിച്ചാൽ ഇയാൾ അടങ്ങുന്നില്ല. വല്ലാത്ത ആരോഗ്യം, ഭയങ്കര ആരോഗ്യം. ഇവനെ പോലെ എന്താരോഗ്യം. ഒരു തരത്തിൽ ഇയാള് പുറത്തേക്ക് തള്ളിയിട്ട് പോണില്ല, അകത്തേക്ക് തന്നെ വന്നു കൊടുക്കുക. അപ്പൊ രാജാവ് ചോട്ടേ ഇങ്ങോട്ട് അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. രാജാവ് വിളിച്ചു പറഞ്ഞപ്പോ പട്ടാളക്കാർ അയാളെയും കൂട്ടിക്കൊണ്ടുവന്നു. രാജാവ് ഒരു പട്ടാളക്കാരോട് ചോദിച്ചു, ഇയാൾ എന്താ നിങ്ങളോട് ആവശ്യപ്പെട്ടത്? അപ്പൊ ഇയാളുടെ രാജാവൻ അങ്ങനെ നോക്കി ചിരിക്കുന്നു. അപ്പൊ രാജാവിനോട് ഇവര് പറഞ്ഞു, രാജാവ് ഇയാള് ഭ്രാന്തനാന്ന് പറഞ്ഞു. ഇയാളൊരു ഭ്രാന്തനാണ്. ഭ്രാന്തനോ? ഇയാൾ എന്താ ആവശ്യപ്പെടുന്നത്? ഇയാൾ ചോദിക്കുന്നത് രസകരമായ ഒരു ചോദ്യ. കാണു നീ സത്രവും കേൾക്കുവീരേ, വഴി പോക്കൻ ഞാനും ഓർക്കുവീരേ. ഏറ്റമേറ്റ മുഷിപ്പായി വരും ഞാനും, സത്രമേറുമുണ്ടോ കഴിയാനും. കാണു നീ സത്രവും കേൾക്കുവീരേ, വഴി പോക്കൻ ഞാനും ഓർക്കുവീരേ. ഏറ്റമേറ്റ മുഷിപ്പായി വരും ഞാനും, സത്രമേറുമുണ്ടോ കഴിയാനും. രാജഭടന്മാരെല്ലാം നമ്പരന്നേ, ഭ്രാന്ത് നീ ചൊല്ലുന്നോ പോയിടൂന്നേ. രാജകൊട്ടാരമാണിത് മോനെ, രാജവീട്ടോടിക്കോ തലവേണേ. രാജഭടന്തെല്ലാം നമ്പരന്നേ, ഭ്രാന്ത് നീ ചൊല്ലുന്നോ പോയിടൂന്നേ. രാജകൊട്ടാരമാണിത് മോനെ, രാജവീട്ടോടിക്കോ തലവേണേ. ഇയാളിങ്ങനെ രാജാവിനെ നോക്കി നിൽക്കാണ്. അപ്പൊ രാജാവ് ഇവരോട് ഇയാൾ എന്താണോ ചോദിക്കുന്നത്? അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ആള് മുഴുവൻ ഭ്രാന്തനാ രാജാവേ. എന്താന്ന് വെച്ചു? ഇയാള് പറയാ, ഇയാളൊരു വഴിയാത്രക്കാരനാണ്, ഈ ലോഡ്ജിൽ ഒരു റൂം തരുമോ? എന്ത്? ഈ ലോഡ്ജിൽ കൊട്ടാരം നോക്കിയിട്ട് പറയാ, ലോഡ്ജിൽ റൂം തരുമോ? അതില്ല, ലോഡ്ജ് അല്ല കൊട്ടാരം എന്നിട്ട് ഇയാളെ തള്ളുക. ഇയാൾ പിന്നെയും ചോദിക്കുക, ലോഡ്ജിൽ റൂം തരുമോ, ലോഡ്ജിൽ റൂം തരുമോ? അപ്പൊ ബൽഖയിലെ ഭരണാധിപൻ ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, ഈ പട്ടാളക്കാരൻ നിങ്ങളോട് പറഞ്ഞു കേട്ടില്ലേ? അപ്പൊ ഇയാള് രാജാവിനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളാ മാനേജർ? നിങ്ങളാണോ ലോഡ്ജിന്റെ മാനേജർ? ഒരു റൂം വരൂ, ചെറുത് മതി കിടക്കാൻ.
ഒരു ചെറിയ ബെഡ്റൂം മുതലോ കിടക്കാൻ. കാണു നീ സത്രവും കേൾക്കുവീരേ, ഞാൻ രാവിലെ പോയിക്കോളാന്നേ. വഴി പോക്കൻ ഞാനും ഓർക്കുവീരേ, എവിടെ കിടക്കാൻ സ്ഥലമില്ലഞ്ഞിട്ടാന്നേ. ഏറ്റമേറ്റം മുഷിപ്പായി വരും ഞാനും, അതുകൊണ്ട് ഒറ്റ രാത്രി മാത്രം ഇവിടെ. സത്രമിൽ റൂമുണ്ടോ കഴിയാനും? ഈ രാത്രി ഒന്ന് കിടക്കാൻ ഈ ലോഡ്ജിൽ ഒരു മുറി തരുമോ? പൈസ ഉണ്ട്. ഇയാൾ മടിക്കട്ടെന്ന് കുറച്ച് പൈസയിലെടുത്ത് കൈ പിടിച്ചിട്ട് പറയുതാ, എണ്ണൊന്നും വേണ്ട, ഫുള്ളായിട്ട് വെച്ചോ, എന്നിട്ട് റൂം വന്നാൽ മതിയാണ്. രാജാവ് ചിരിച്ചിട്ട് പട്ടാളക്കാരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ശരിയായി, ആള് ഭ്രാന്തനാ. ഇവിടെ മനുഷ്യൻ ഇന്നോട് ഇവർ പറഞ്ഞില്ലേ ഇത് മഹാനായ ബൽഖയുടെ ഭരണാധിപൻ ഇബ്രാഹിം നദ്ഹമിന്റെ കൊട്ടാരാന്ന് പറഞ്ഞില്ലേ ചോദിച്ചു. ഇയാള് ചിരിച്ചോണ്ട് പറഞ്ഞു, മഹാൻ മഹാൻ ഏത് മഹാൻ? എടോ ബൽഖയുടെ ഭരണാധിപനായ എന്റെ കൊട്ടാര ഇത്. ഉറപ്പാണോ? നിങ്ങളെ കൊട്ടാരാണോ? അത് എന്റെ കൊട്ടാരാണ്. നിങ്ങൾക്ക് എടുത്ത് കിട്ടിയ വെച്ചു. എന്റെ ഉപ്പാപ്പാന്റെ അടുത്ത് കിട്ടിയത്. ഉപ്പാപ്പാക്ക് അടുത്ത് കിട്ടിയത് ഉപ്പാപ്പാന്റെ അടുത്ത്. ഉപ്പാപ്പാന്റെ ഉപ്പാപ്പാക്ക് അടുത്ത് കിട്ടിയത് ഉപ്പാന്റെ അടുത്ത് കിട്ടിയത്. ആ ഉപ്പ അവിടെ കൃത്യമായി താമസിച്ചോ ഇല്ല. അയാൾ മരിച്ചപ്പോ ഉപ്പാപ്പ കിട്ടി, എന്നിട്ട് ഉപ്പാപ്പ മരിച്ചപ്പോ മറ്റേ ഉപ്പാപ്പ കിട്ടി, എന്നിട്ട് ആ ഉപ്പാപ്പ മരിച്ചപ്പോ ഈ ഉപ്പാപ്പ കിട്ടി, എന്നിട്ട് ആ ഉപ്പ മരിച്ചപ്പോ അവസാനം എന്റെ ഉപ്പാപ്പ മൻസൂർ ചക്രവർത്തിയെ മരിച്ചപ്പോ എനിക്ക് കിട്ടി. അപ്പൊ നിങ്ങളതല്ല, ഓരോരുത്തർ മാറി 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 കടന്നുറങ്ങിയിട്ട് പോയതല്ലേ. ആരും ഈ കൊട്ടാരത്തിൽ ഒരിക്കലും സ്ഥായിയായി നിന്നതില്ല. ആലം പടച്ചവന്റെ വിളി വന്നാൽ ആരും ഒഴിയാറില്ല. ആരും ഈ കൊട്ടാരത്തിൽ ഒരിക്കലും സ്ഥായിയായി നിന്നതില്ല. ആലം പടച്ചവന്റെ വിളി വന്നാൽ ആരും ഒഴിയാറില്ല. ആഖിറ നാളിൽ പോണ്ടേ കാര്യം ഓർമ്മകൾ നമ്മിൽ വേണ്ടേ. ആഖിറ നാളിൽ പോണ്ടേ കാര്യം ഓർമ്മകൾ നമ്മിൽ വേണ്ടേ. അതിനാൽ നീ വിട്ടിടണം കൊട്ടാരവും സകലം വെടിഞ്ഞിടണം. അമ്പിയത്താവിനെ ഓർത്തു നാം ജീവിതം നീക്കിടണം. ആ മനുഷ്യൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് പൂർവീകരിൽ നിന്ന് കിട്ടിയതല്ലേ. അവരാരും ഈ കൊട്ടാരത്തിൽ സ്ഥിരമായിട്ട് താമസിച്ചിട്ടില്ലല്ലോ. ഒരാൾ മരിച്ചു പോയാൽ അടുത്ത ആൾ വരും, അയാൾ മരിച്ചാൽ പിന്നെ അടുത്ത ആൾ വരും, അയാൾ മരിച്ചാൽ പിന്നെ അടുത്ത ആൾ വരും. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഭാവിയിൽ ആരാണോ അയാൾക്ക് വരും. അപ്പൊ അത് തന്നെയാണ് ഒരു സത്രത്തിന്റെ അവസ്ഥ, ലോഡ്ജിന്റെ അവസ്ഥ അതാണ്. ആരും സ്ഥിരമായി ഇവിടെ താമസിക്കാറില്ല. ഇത് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. പിന്നെ അയാളെ കാണുന്നില്ല. അപ്പൊ രാജാവിന് ഉറപ്പായി ഈ ലോകം വിട്ട് വിട പറയാൻ സമയമായിട്ടുണ്ട്. ആരും ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാറില്ല. ഈ കൊട്ടാരം എന്റേതല്ലല്ലോ, ഇതെനിക്ക് അവകാശപ്പെട്ടതുമല്ലല്ലോ. പിന്നെ ആ ഒരു ചിന്തയിൽ ആ മൂപ്പര് കൊട്ടാരത്തിന് പോകണം എന്നൊക്കെ ചിന്തയുണ്ട്. പക്ഷെ കൊട്ടാരത്തിന് പോകാൻ കഴിയുന്നില്ല. കാരണം കൊട്ടാരത്തിൽ ജനങ്ങളുമായിട്ട് ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പെട്ടെന്ന് അങ്ങനെ വലിച്ചെറിഞ്ഞ് പോകാനും പറ്റുന്നില്ല. പിന്നെ രാജാവാണെങ്കിൽ ആള് സംഗതി ആ കാലത്ത് ദുഷ്ടപ്പണിയെല്ലാം ചെയ്യുമെങ്കിലും ജനങ്ങളോട് ഭയങ്കര, ആ നാട്ടുകാരോട് ഭയങ്കര ഒരു സ്നേഹത്തെ പെരുമാറുന്ന രാജാവാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ മൂപ്പർ ഇടപെടും. ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരാളും ആ നാട്ടിൽ പട്ടിണി കിടക്കാൻ പാടില്ല എന്ന വിശ്വാസം അയക്കുന്നുണ്ട്. ഒരു മനുഷ്യനും പട്ടിണി കിടക്കാൻ പാടില്ല. ഭക്ഷണം ആവശ്യമുള്ളവർക്കൊക്കെ എത്തിക്കും. അപ്പൊ മൂപ്പർ ചിന്തിച്ച്, ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് ആരാ ഭക്ഷണം കൊടുക്കുക? നാട്ടുകാർ ഭക്ഷണം ഇല്ലാണ്ട് കഷ്ടപ്പെട്ടു പോയല്ലോ, തെണ്ടിപ്പോയാലോ? പിന്നെ ഇവിടെ നേർക്കെ പോയാൽ എനിക്കാരാ ഭക്ഷണം തരിക? അതൊരു പ്രശ്നമാണല്ലോ. നാട്ടുകാർക്കാര് ഭക്ഷണം കൊടുക്കും, എനിക്കാര് ഭക്ഷണം തരും. ആ ഒരു ചിന്തയിൽ മൂപ്പർ കുറേ ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടി. ഒരു ദിവസം ഉച്ച നിസ്കാരം കഴിഞ്ഞ് ദൂര നിസ്കാരം കഴിഞ്ഞ് പുരക്ക് വന്ന് കൊട്ടാരത്തിൽ വന്നിട്ട് കൊട്ടാരത്തിലെ ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ അവിടെ ഇരുന്ന് കാറ്റ് കൊണ്ടിട്ട് മൂപ്പർ നല്ല ജനലിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. ഡൈനിങ് ടേബിൾ നമ്മൾ ഇഷ്ടം പോലെ വിഭവം കൊണ്ടുവച്ച്, ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവച്ച്, തിന്ന് നല്ല ഉഷാറാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ച് മൂപ്പർ തുടങ്ങാൻ വന്ന് ഇരിക്കുന്നേ ഉള്ളൂ. ഒരു കാക്ക പറന്ന് ജനലിന്റെ ഉള്ളിലൂടെ വന്നു. കാക്ക അന്ത്രമാൻ കാക്കയല്ല, ഒറിജിനൽ കാക്ക വന്നിട്ട് ജനലിന്റെ അവിടെ ഇരുന്നിട്ട് നേരെ ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ അവിടെ വന്നിരുന്നു. മൂപ്പർ ഇരിക്കുന്നതിന്റെ അടുത്ത് വന്ന്
മൂപ്പര പ്ലേറ്റിൽ നിന്ന് ഒരു ചപ്പാത്തിയും കൊത്തി ഒറ്റപ്പറക്കലായിട്ട് പറഞ്ഞു. മൂപ്പര പ്ലേറ്റിൽ നിന്ന് ചപ്പാത്തി കൊത്തി. വേറെ ഇഷ്ടം പോലെ അപ്പുറത്തുണ്ട്. രാജാപ്പനാകെ പിരാൻ തെയ്യ, എന്റെ ചപ്പാത്തിയാ. ചപ്പാത്തി പറയുമ്പോ പെണ്ണടിയ പോകുന്നു ചപ്പാത്തിക്ക. അപ്പോ കാക്ക അങ്ങ് പറന്നുപോയി. രാജാവ് പ്ലേറ്റൊക്കെ മാറ്റി ഭക്ഷണമൊക്കെ മാറ്റി കഴിച്ചു. പിറ്റേന്ന് ഉച്ചക്ക് മൂപ്പര് ഇത് മറന്നുപോയി, തലേന്നത്തെ തട്ട് മറന്നുപോയി. പിറ്റേന്ന് ഉച്ചക്ക് വന്ന് ഇരുന്ന ഉടനെ തന്നെ ബാണം വിട്ട പോലെ ഒരു കാക്ക വരുന്നു, ചപ്പാത്തി എടുക്കുന്നു, പറന്നുപോയി. രാജാവ് ഇങ്ങനെ നോക്കി, ചപ്പാത്തി തന്നെ എടുക്കുന്ന ഷുഗറിന്റെ ആൾ, കാക്കക്ക് ഷുഗറുണ്ടാ? ഷുഗറ് അതിന് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ആശുപത്രിയിലെല്ലാം പോയാൽ അങ്ങനെയാ. ഷുഗർ പ്രഷർ ഡോക്ടർമാർ ഇവിടെ പിടിച്ചിട്ട് ചോദിക്കും ബി പി ഉണ്ടോന്ന്. ബി പി ഉണ്ടോന്ന് മനസ്സിലായിട്ടില്ലേ? ഭാര്യനെ പേടിയുണ്ടോന്ന് ചോദിക്കുന്നു. ബി പി ഒരുത്തന്നെ ആശുപത്രി പനിച്ചിട്ട് പോയിട്ട് ഗവൺമെന്റ് ആശുപത്രി പോയിട്ട് അവിടെ ഇരുന്നു പോലും. അപ്പൊ ഈ പനി അളക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, തെർമോമീറ്റർ, പനിമാപിനി, അതിവന്റെ നാവിന്റെ അടിയിൽ വെച്ചോളൂ. സാധാരണ നമ്മളെ പോയാൽ വെച്ചോ, തൊക്കിൽ വെച്ചൊരു പഴയ സാധുപൊടിന്റെ പരസ്യം പോലെ ഇരുന്നോളാം. അപ്പോൾ സാധുപൊടി ഞാൻ വലിച്ചിട്ടില്ലേ, വലിച്ചാക്കൽ ചിരി വന്ന്. അപ്പോ ഇപ്പോഴത്തെ പിള്ളേർക്ക് സാധുപൊടി അറിയില്ല. ഇപ്പൊ കഞ്ചാവെല്ലാം പറഞ്ഞാലേ വേദിരിയൂ. ഈ സാധനം വായിന്റെ ഇടക്കാട് വെച്ചുകൊടുത്തിട്ട് സിസ്റ്റർ അപ്പുറത്ത് പോയതാ. കുറച്ച് കഴിഞ്ഞ് തിരിച്ചേരിപ്പെട്ട് ഇപ്പൊ കണ്ണും തുറന്നങ്ങനെ ഇരിക്കുന്നു. ഈ സാധനം കാണുന്നില്ല. സിസ്റ്റർ വെച്ചോടോ ഇതെടുത്തു എന്ന് വെച്ചു. ഓൻ പറഞ്ഞു ഇത്ര വലിയ ഗുളിക എന്നിട്ട് വെള്ളം തങ്ങ തരാത്തേന്ന്. ഇത് തിന്നിനിവേ ഇപ്പം വായിലിട്ട് ശരിയാക്കി. അപ്പൊ ചപ്പാത്തി മാത്രം എന്ത് കാക്കങ്ങനെ എടുത്തിട്ട് പോന്നു രാജാവ്. അപ്പൊ രാജാവ് തീരുമാനിച്ചത് നാളെ അങ്ങനെ സംഭവിച്ചാൽ ആ കാക്കനെ വിടാൻ പാടില്ല, നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ മറന്നു, രണ്ടാം ദിവസം സംഭവിച്ചപ്പോ പിന്നെ മൂന്നാം ദിവസം സംഭവിച്ചാൽ പിടിക്കണം തീരുമാനിച്ചു രാജാവ്. കരുതി കൂട്ടിയിട്ട് രാജാവ് മൂന്നാമത്തെ ദിവസം ഇതേപോലെ വന്നിരുന്ന് നിങ്ങൾ നോക്കുന്നുണ്ട്. പെട്ടെന്നുണ്ട് മുറ്റത്തെ മരത്തിന്റെ മേലെ കാക്ക ജനലിൽ ഒരു വരവാ വരുന്നുണ്ട്. ചപ്പാത്തി എടുക്കുന്നുണ്ട്, ജനൽമ പോയി. സാധാരണ 2 ദിവസം ഇരുന്നിട്ട് ഒറ്റ പോക്ക് പോയതാ. മൂന്നാം ദിവസം ജനൽമേൽ ഇരുന്നു. രാജാവ് ചാടി എഴുന്നിട്ടു. എന്നിട്ട് കാക്ക പറന്ന് വീടിന്റെ മുറ്റത്തിരുന്നു, മുറ്റത്ത് മരത്തിന്റെ മുമ്പത്തിരുന്നു. രാജാവ് മുറ്റത്തിറങ്ങി. അപ്പൊ എന്റെ അപ്പുറത്തെ മരത്തിൽ പോയിരുന്നു. അങ്ങോട്ട് പോകുമ്പോ എന്റെ അപ്പുറത്ത് പോയി. അപ്പൊ രാജാവ് നീ എന്നെ കളിപ്പിക്കണം. രാജാവ് പറഞ്ഞു ആരെവിടെ? എടാ കാക്ക പറഞ്ഞാൽ എനിക്ക് ബാക്കപ്പ് പോണം, അതുകൊണ്ട് ഒരു കുതിരനെ കൊണ്ടാ. രാജപടം പറഞ്ഞു കുതിര പറക്കൂല, നിന്നെ ഞാൻ പറപ്പിക്കും, നീ കുതിരനെ കൊണ്ടാണ്. കുതിരനെ കൊണ്ടെന്ന് രാജാവ് കുതിരപ്പുറത്ത് കയറിയപ്പോ കാക്ക മരത്തിന് പോകുന്ന അപ്പുറത്തെ മരത്തിലേക്ക് പറഞ്ഞു. രാജാവ് അടിയിലൂടെ കാക്ക മേലോട്ട്. ഇത്രയും വേഗത്തിൽ തന്റെ കുതിരപ്പുറത്ത് പുറപ്പെട്ട് ഊറാബിന്റെ ഖൽഫിലുള്ള ജബലിന്റെ മേലെ അവരെത്തും നേരത്ത് കണ്ടു സഹറിന്റെ പിന്നിലായി ബന്ധനം തന്നിൽ കഴിഞ്ഞിട്ട് ഒരുവനും കണ്ണുനീർ വാർത്തു വിളിക്കുന്നു റബ്ബിനെ വേവലാതി പൂത്ത്. എത്രയും വേഗത്തിൽ തന്റെ കുതിരപ്പുറത്ത് പുറപ്പെട്ട് ഖുറാബിന്റെ ഖൽഫിലുള്ള ജബലിന്റെ മേലെ അവരെത്തും നേരത്ത് കണ്ടു സഹറിന്റെ പിന്നിലായി ബന്ധനം തന്നിൽ കഴിഞ്ഞിട്ട് ഒരുവനും കണ്ണുനീർ വാർത്തു വിളിക്കുന്നു റബ്ബിനെ വേവലാതി പൂത്ത്. കാക്ക മേൽഭാഗത്തൂടെ പറക്കുന്നു, രാജാവ് അടിഭാഗത്തൂടെ കുതിരപ്പുറത്ത് പായുന്നു. രാജാവ് കൂടെ എത്താൻ വേണ്ടി കാക്ക വളരെ മനോഹരമായിട്ടാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കൊമ്പത്തും മാറി മാറി പറന്നിരിക്കും. ഈ ചപ്പാത്തി ആണെങ്കിൽ വായൊക്കെ കടിച്ച് പിടിച്ചിട്ടുണ്ട്, അനക്കൊന്നുമില്ല സാധനം. സാധാരണ ഒരു കാക്കയാണ് കൊത്തി ഉടനെ അവിടെ തിന്നുമല്ലോ, ഇത് അനക്കുന്നില്ല, കൊത്തി പിടിച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെ പോവാ. അങ്ങനെ പിന്നെ ഈ കാക്ക പറന്നിട്ട് കുന്നിന്റെ മേലേക്കാണ് പറക്കണത്. രാജാവ് താഴെ അങ്ങനെ പോയി കുന്നമ്മര് പറന്ന് കുന്നിന്റെ ഏറ്റവും മേലെ വന്നു. അവിടെ ഒരു മരത്തിന്റെ കൊമ്പുമിൽ ആ കാക്ക വന്നിരുന്നു. പെട്ടെന്ന് കാക്ക പറന്ന് അവിടെ ഒരു പാറയുണ്ട്, ആ പാറയുടെ അപ്പുറത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞങ്ങോട്ട് ഇറങ്ങി. പാറയുടെ മറുഭാഗത്തേക്ക് കാക്ക അങ്ങോട്ട് പറന്നു പോയപ്പോ രാജാവ് കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി.
മെല്ലെ നടന്നു. ദൂരെ നിന്നൊരു കാഴ്ച കണ്ടു രാജാവ് അത്ഭുതപ്പെട്ടു പോയി. ചങ്ങലയിൽ ബന്ധിച്ചിട്ട് ഒരു മനുഷ്യൻ പാറയുടെ ചോട്ട് കിടക്കാം. ആ പാറയുടെ അടിഭാഗത്ത് ചങ്ങലയിൽ കൈകാലുകൾ ബന്ധിച്ചിട്ട് ഒരു മനുഷ്യൻ അങ്ങനെ മലർന്ന് കിടക്കും. ഈ കാക്ക കൊണ്ടുപോയിട്ട് ചപ്പാത്തി ഒരു കാലുകൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് കൊക്കൊണ്ട് ഇങ്ങനെ പറിക്കും. എന്നിട്ട് ഇയാളെ വായിൽ വെച്ച് കൊടുക്കും. ഇയാൾ മലർന്ന് കിടന്നിട്ട് തിന്നുക. എന്നിട്ട് രണ്ടാമത്തെ കഷ്ണം കൊത്തിയിട്ട് വായിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് കാക്ക കൂളായിട്ട് അങ്ങ് പറന്നുപോയി. ഇയാളിത് തിന്നിട്ട് കിടന്നു. രാജാവ് ഈ അത്ഭുതകരമായ കാഴ്ച കണ്ടിട്ട് മെല്ലെ നടന്നു വന്നു. മെല്ലെ നടന്നു വന്നിട്ട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. മലർന്ന് കിടന്ന കിടപ്പിൽ ഈ മനുഷ്യൻ വഅലൈക്കും അസ്സലാം വഅലൈക്കും അസ്സലാം അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ആരാന്ന് വെച്ചു. ആരാന്ന് ഇയാൾക്ക് ചെരിയാനും അറിയാനും കഴിയുന്നില്ല. ചങ്ങലിൽ പൂട്ടിയിട്ട് കിടക്കുക. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഞാനൊരു നാട്ടുകാരനാണ്, എന്നെ ഈ ചങ്ങലിൽ നിന്ന് അയച്ചു തരുമെന്ന് വെച്ചു. ഇബ്രാഹിം നബി അവിടെ കുത്തിയിരുന്നൊരു ചങ്ങലിൽ നിന്ന് ഇയാൾ പുറത്ത് എല്ലാം കട്ടയിച്ച് നേരെ ഇയാൾ പറഞ്ഞു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ പടച്ചോനെ. ഇബ്രാഹിം നബി ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ പറഞ്ഞു, ഞാൻ ഒരു കച്ചവടക്കാരനാണ്. കച്ചവട ആവശ്യാർത്ഥം യാത്ര ചെയ്യുമ്പോൾ കൊള്ളക്കാരനെ പിടിച്ച് എന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ട് അവരൻ എന്നെ ഈ പാറയുടെ ചോട്ടിൽ ചങ്ങലിൽ കെട്ടിയിട്ട് പോയി കളഞ്ഞു. 3 ദിവസമായി ഞാൻ ഇവിടെ കിടന്ന് നരകിക്കുന്നു. 3 ദിവസമായി ഞാൻ അള്ളാഹിനോട് വന്ന പടച്ചോനെ എന്നൊന്ന് മോചിപ്പിക്കണേ റബ്ബേ, എന്നൊന്ന് രക്ഷപ്പെടുത്തണ പടച്ചോനെ. ഞാൻ 3 ദിവസമായി രാവും പകൽ ഇവിടെ കിടന്നിട്ട് അള്ളാഹിനോട് ദുആരക്കുന്നു. അപ്പൊ ചോദിച്ചു, ഈ 3 ദിവസം ഈ പാറിന്റെ ചോട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് വിശന്നിട്ടില്ലേ? വിശപ്പുണ്ടായിരുന്നില്ലേ? അപ്പൊ പറഞ്ഞു, അവിടെയാണ് എന്റെ റബ്ബിന്റെ കുദ്റത്ത്. അയാൾ പറയാൻ, എവിടെയാണ് എന്റെ റബ്ബിന്റെ കുദ്റത്ത്? കൃത്യമായി ഒരു കാക്ക ഒരു ചപ്പാത്തി കൊണ്ടുവന്ന് പൊട്ടിച്ച് എന്റെ വായിൽ വെച്ച്. പക്ഷെ കാക്കക്ക് എന്റെ ചങ്ങലയിക്കാൻ പറ്റൂലല്ലോ. പറ്റുമെങ്കിൽ അത് അതും കൂടി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ആ കാക്ക എന്റെ വായിലേക്ക് ഈ ഭക്ഷണം ഇട്ട് തന്നിട്ട് പറന്നു കളയും. നിങ്ങൾ വരുന്നതിന് അല്പം മുമ്പാണ് കാക്ക ചപ്പാത്തി എന്റെ വായിലിട്ടിട്ട് പോയത്. പക്ഷേ ഒരു കാര്യം കൂടി, ഇത്ര മനോഹരമായ ഇത്ര രുചികരമായ ഒരു ഭക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഇത്ര രുചികരമായ ഒരു ഭക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. എന്റെ പുരയെ നിങ്ങൾക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത്ര കൊട്ടാരത്തിലെ ഭക്ഷണം അത്. ഇത്ര നമ്മളെല്ലാം എന്തായാലും ഗുണമില്ലാന്നേ പറയൂ. ആണുങ്ങളെ സ്വഭാവമാണല്ലോ. പെണ്ണുങ്ങളെ ഇനി എങ്ങനെ ഉണ്ടാക്കിയാലും നീ ഉണ്ടാക്കിയ ഓളിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടോ? ഇത് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് ഒരു നല്ല അഭിപ്രായം കേൾക്കാൻ വേണ്ടി, ഒരു റാഹത്താകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അന്നേരം ഇതാരും ഉണ്ടാക്കി നീ ഇത് ധൈര്യ പിരാന്ത ഓളെ മനസ്സിലുണ്ടാവും. എന്തെങ്കിലും ഒരു ഇനി എന്ത് ഗുണമില്ലെങ്കിലും ഒരു നല്ലതൊന്ന് പറഞ്ഞു നോക്ക് പെണ്ണുങ്ങളോട്. എത്ര റാഹത്തുണ്ടാവറിയോ? ചിലപ്പോൾ നല്ല മുളകുള്ള കറിയെല്ലാം അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അണ്ണാക്കിൽ വെച്ചാൽ പൊള്ളിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്, ഫുള്ള് രസാന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷമാണ് പെണ്ണുങ്ങൾക്ക് അറിയോ? പിറ്റേന്ന് കുറച്ചും കൂടി മുളകിട്ട് കൊണ്ട് തരൂ. എന്നാലും ഒന്ന് റാഹത്ത് പറഞ്ഞു നോക്ക്. എത്രയോ റാഹത്തുണ്ടാവും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കൂട്ടെ. ഭാര്യയും ഭർത്താവില്ലായിട്ട് നല്ല രസമായിട്ട് സഹിക്കാനും പൊറുക്കാനും പരസ്പരം തയ്യാറായാൽ കുടുംബജീവിതം ഖൈറാവും. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഞാൻ വിചാരിച്ചു ആര് പെണ്ണുങ്ങ പറഞ്ഞ. അപ്പോ ഇത്ര രുചികരമായൊരു ഭക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അള്ളാഹു എൻ്റെ പ്രാർത്ഥന കേട്ടു. ആ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് വിശപ്പ്, പിറ്റേന്ന് ഉച്ചവരെ എനിക്ക് വിശക്കുകയും ചെയ്യില്ല. ഇപ്പോൾ അള്ളാഹു നിങ്ങൾ ഇവിടെ എത്തിച്ചല്ലോ എന്നെ കെട്ടയിക്കാൻ. കൊണ്ടുപോയി നാട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ബൽഖയുടെ ഭരണാധിപൻ ഇബ്രാഹിം നദ്ഹമാണ്, നിങ്ങൾ പോയിക്കൊള്ളുന്നു. 2 ചോദ്യങ്ങൾക്കാണ് ഇബ്രാഹിം നദ്ഹമിന് ഒരു കാക്ക ഉത്തരം കൊടുത്തത്. കാക്കയിലൂടെ പടച്ചവൻ. മലമുകളിലെ പാറയുടെ ചുവട്ടിൽ ഒരു മനുഷ്യൻ 3 ദിവസം കിടന്ന് പ്രയാസം അനുഭവിക്കുമ്പോൾ ബൽഖയിലെ ഇബ്രാഹിം അത് കണ്ടിട്ടില്ല. പക്ഷേ സൃഷ്ടിച്ച സൃഷ്ടാവ് അത് കണ്ടിട്ടുണ്ട്. അള്ളാഹു അയാൾക്ക് കൃത്യമായി ഭക്ഷണം എത്തിച്ചു കൊടുത്തു. ബൽഖയുടെ ഭരണാധിപൻ ഉറപ്പായി, ഞാനിവിടുന്ന് പോയാലും ജനങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അള്ളാഹുവാണ് സൃഷ്ടിച്ചവൻ, അള്ളാഹു കൊടുത്തോളും ഭക്ഷണം. പിന്നെ ആ പാറച്ചോട്ടിൽ നരകിച്ച് കിടന്ന ഈ മനുഷ്യന് കാക്ക ഭക്ഷണം കൊടുത്ത പോലെ ഞാൻ എവിടെ പോയാലും അള്ളാഹ് എനിക്ക് ഭക്ഷണം തരൂ. തിന്നാൻ എവിടെ നിന്നാലും കിട്ടൂ, പിന്നെന്താ പോണേന്? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അള്ളാഹു ആ കാക്കയിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. ആർക്ക്? ബൽഖയുടെ ഭരണാധിപൻ. അതുകൊണ്ട് നമുക്കും പ്രശ്നമൊന്നുമില്ല, പോയെടുത്ത് തിന്നാൻ കിട്ടും എന്നുള്ള ഉറപ്പ് പോയിക്കൊള്ളുക.
ആ ആ ഉറപ്പിലധികം അതിന് നിനക്കറിയാം. പോയെടുത്ത് എന്തായാലും തിന്നാൻ കിട്ടും. വന്നപ്പോ എന്നോട് എല്ലാവരും പറയും തടി കൂടിയൊന്നല്ല, കുപ്പായം ലൂസാക്കിയതാ. കാര്യം പറയുന്നത് ഇനി പെണ്ണുങ്ങളെ പോലെ ടൈറ്റ് ആക്കിയിട്ട് ഇടാൻ കഴിയില്ല, പർദ്ദ അത് ഇടാൻ കഴിയില്ല, കുറച്ച് ചിരിക്കുന്നേനെ. അപ്പോ തടി കൂടി നല്ല പോയാലോ. ഇപ്പൊ ഭക്ഷണം എവിടുന്നാലും കിട്ടുമെന്ന് ഉറപ്പായില്ലേ, അതിന് പോവാ. പക്ഷെ പോകാൻ പറ്റുന്നില്ല, പിന്നെയും പ്രശ്നങ്ങളുണ്ട്. ബന്ധവും ഭാര്യ മക്കള് ചൊറ, അങ്ങനെ ഒരു പോവാൻ കഴിയാത്തൊരു കോലത്തിൽ കൊട്ടാരത്തിൽ തന്നെ ജീവിക്കുകയാണ്. കൊട്ടാരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഭയങ്കര വിചിത്രമായൊരു രസകരമായൊരു സംഭവം. കൊട്ടാരത്തിൽ പട്ടാളക്കാരനുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടുന്നു, കുറേ അങ്ങ് ഇങ്ങോട്ട് ഓടുന്നു, കുറേ 4 വൈക്ക് ഓടുന്നു, എന്തോ ഒന്ന് കേട്ടിട്ട് ഓടുകയാണ്. രാജാവ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. രാജാവ് കൊട്ടാരത്തിന് പുറത്തിറങ്ങി. സന്ധ്യാസമയമാണ്, മഗ്‌രിബിന്റെ സമയമാണ്, ഇരുട്ടി വ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ രാജാവ് നോക്കും പട്ടാളക്കാരെങ്കിലും അങ്ങോട്ട്, എടാ എന്താണ് അങ്ങോട്ട് ഓടുന്ന അറിയുമ്പോൾ കുറേ ഇങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്ന അറിയുമ്പോൾ കുറേ ബാക്കോട്ട് ഓടുന്നു, 4 ഭാഗത്ത് ഓടുന്നു. ഓടുന്നോടത്ത് ഒരുത്തം പിടിച്ചു പറഞ്ഞു, രാജാവേ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങള്? ജമലെ കണ്ടോ, ജമലെ കണ്ടോ. എന്താ കേൾക്കണത്? ഒട്ടകത്തെ കണ്ടോന്നോ? എന്റെ ജമലെ കണ്ടോ? ആ ചോദിക്കുന്ന ശബ്ദം കേട്ട ജനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നു. എവിടെന്നായി പറയുന്നത് കേൾക്കുന്നില്ല, എവിടെന്നായി ഒച്ച ഉണ്ടാക്കുന്നത് കേൾക്കുന്നില്ല. 4 ഭാഗത്ത് ഓടുന്നുണ്ട്. രാജാവ് ആ ശബ്ദം കേട്ടു. രാജാവ് പറഞ്ഞു, ആരടാ പറയണത്? അറിയില്ല രാജാവ്, എവിടെന്നാ കേൾക്കുന്ന പറയണില്ല, അറിയണില്ല എന്നാണ്. അപ്പോൾ അങ്ങ് എവിടെന്നോ ഒരു വിളി, ഏയ് എന്റെ ഒട്ടകത്തെ കണ്ടോ, കണ്ടോ, എന്റെ ഒട്ടകത്തെ കണ്ടോ നിങ്ങൾ? കണ്ടോ. എന്റെ ഒട്ടകം എവിടെ പോയി? രാജാവും വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, കൊട്ടാരത്തിന് മേലെന്ന് ഒരുത്തനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അയാൾ താലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ജനങ്ങളെ, ജമലെ കണ്ടോ നിങ്ങൾ, ജമലെ കണ്ടോ, ജമലെ കണ്ടോ നിങ്ങൾ, ജമലെ കണ്ടോ. കഥയെന്താണ്, നിങ്ങൾ വന്നതെന്താണ്? കഥയെന്താണ്, നിങ്ങൾ വന്നതെന്താണ്? അന്നൊരു ആഷിക്ക് ജമലെ തേടി കണ്ടവരോടവർ ചോദിച്ചു. അന്നൊരു ആഷിക ജമലെ തേടി കണ്ടവരോടവർ ചോദിച്ചു. കഥയെന്താണ്, നിങ്ങൾ വന്നതെന്താണ്? കഥയെന്താണ്, നിങ്ങൾ വന്നതെന്താണ്? ജമലെ കണ്ടോ നിങ്ങൾ, ജമലെ കണ്ടോ, ജമലെ കണ്ടോ നിങ്ങൾ, ജമലെ കണ്ടോ. കഥയെന്താണ്, നിങ്ങൾ വന്നതെന്താണ്? കഥയെന്താണ്, നിങ്ങൾ വന്നതെന്താണ്? കൊട്ടാരത്തിന്റെ മേൽഭാഗത്തുനിന്ന് ഒരു മനുഷ്യനെ ഏറ്റവും അതിന്റെ ടോപ്പിൽ നിന്നിട്ട് താഴെയുള്ള മനുഷ്യന്മാരോട്, എന്റെ ഒട്ടകത്തെ കണ്ടോ? എന്റെ ഒട്ടകം എവിടെ? ഇവര് പറഞ്ഞിങ്ങോട്ട് ഇറങ്ങ്. എന്റെ ഒട്ടകത്തെ കണ്ടോ? ഞാൻ ഒട്ടകത്തെ അന്വേഷിക്കാണ്, ഒട്ടകത്തെ കണ്ടാൽ ഞാൻ ഇറങ്ങാം. ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു, ആ ഒട്ടകം ഉണ്ട്, വാന്ന് പറഞ്ഞു. ഒട്ടകം താലുണ്ട്, നിങ്ങൾ ഇറങ്ങിക്കോർ. ഇയാള് മേലെ നിന്ന് വീണ് വരിച്ചോണ്ടയച്ചിട്ട് താഴേക്ക് ഇറക്കി. താഴെ ഇറങ്ങിയിട്ട് ഇയാള് ഇബ്രാഹിം അദ്ദേഹത്തിനോട് ചോദിച്ചു, മനുഷ്യ, എന്റെ ഒട്ടകം എവിടെ? അപ്പൊ പട്ടാളക്കാർ പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് ഭ്രാന്താണ് പറഞ്ഞത്? ഇത് ബല്ലഖയുടെ ഭരണാധിപൻ ഇബ്രാഹിം നദുമാണ്, അയാളുടെ കൊട്ടാരാണിത്. ഈ കൊട്ടാരത്തിലാണോ നിന്റെ ഓടിപ്പോയി ഒട്ടകത്തെ വരുന്നത്? അപ്പൊ പറഞ്ഞു, എന്റെ ഒട്ടകം എവിടെ? എന്റെ ഒട്ടകത്തെ കാണിച്ചു തരുമോ നിങ്ങൾ? കൊട്ടാരത്തിനുള്ളിൽ എന്നുടെ ജമലെ നിങ്ങൾ കണ്ടെന്നോ? കൊട്ടാരത്തിനുള്ളിൽ എന്നുടെ ജമലെ നിങ്ങൾ കണ്ടെന്നോ? പിടിച്ചു കെട്ടിത്തരുമോ നിങ്ങൾ എന്നുടെ കയ്യിൽ ഇവയുന്നോ? പിടിച്ചു കെട്ടിത്തരുമോ നിങ്ങൾ എന്നുടെ കയ്യിൽ ഇവയുന്നോ? കണ്ടില്ല, ഞങ്ങൾ കണ്ടില്ല, കണ്ടില്ല, ഞങ്ങൾ കണ്ടില്ല. നിങ്ങളുടെ ജമലെ ഈ കൊട്ടാരത്തിൽ കണ്ടില്ല, നിങ്ങളെ ജമലെ ഈ കൊട്ടാരത്തിൽ കണ്ടില്ല. കഥയെന്താണ്, നിങ്ങൾ വന്നതെന്താണ്? കഥയെന്താണ്, നിങ്ങൾ വന്നതെന്താണ്? ഇയാൾ ഓരോ മുറിക്കകത്തും കൊട്ടാരത്തിന്റെ അകത്ത് ഓടിപ്പോയിട്ട് അകത്ത് പരുതാൻ ഈ കാണാണ്ടായി ഒട്ടകത്തിനെ പരുതുന്നതും കൊട്ടാരത്തിനുള്ളിൽ പോയിട്ട് അലമാര വലിച്ചോക്ക, മേശ വലിച്ചോക്ക, ഒട്ടകം ഉണ്ടായിട്ട് ഉള്ളിൽ. പട്ടാളക്കാർ ബേക്കിലൂടെ ഇയാളെ പിടിച്ചിട്ട് കിട്ടുന്നില്ല, ഇയാളെ തട്ടിത്തെറിപ്പിക്കുക, അടുത്ത മുറി പോവും. അവിടുത്തെ വലിപ്പോർ നോക്കൂ, ഒട്ടകണ്ടാ. അടുക്കള ഭാഗത്തേക്ക് കൂടി പാത്രം തുറന്നു നോക്കി, ഒട്ടകണ്ടാന്ന്.
രാജാവും ജനങ്ങൾ ഇയാളെ ബേക്കിലോടെ ഇയാളെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. 4 വൈക്ക് ഇയാളോടല്ലേ. അവസാനം പിടിച്ചു നിർത്തി. രാജാ പറഞ്ഞേട്ടാ ഭ്രാന്ത, ഇത് രാജകൊട്ടാരാണ്, ഈ കൊട്ടാരത്തിനുള്ളാണോ നിന്റെ ഒട്ടകത്തെ തീർന്നത്? അപ്പൊ അയാൾ ചിരിച്ചോണ്ട് പറഞ്ഞു, കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഒട്ടകത്തെ തേടി നടക്കുന്നവന് ഭ്രാന്താണല്ലേ? രാജാ പറഞ്ഞതേ, കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ ഒട്ടകത്തെ തേടി നടക്കുന്നവന് ഭ്രാന്ത് തന്നെയാണ്, നീ മുഴുഭ്രാന്തനാണ്. അങ്ങനെയാണെങ്കിൽ ഈ സുഖങ്ങൾക്ക് നടുവിൽ കൊട്ടാരത്തിൽ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് ഞാൻ പറഞ്ഞു. സുഖലോലുപനായി കൊട്ടാരത്തിൽ വാഴും അങ്ങുടെ മനമെന്താ? സുഖലോലുപനായി കൊട്ടാരത്തിൽ വാഴും അങ്ങുടെ മനമെന്താ? സുഖിച്ചു പിന്നെ റബ്ബിൻ സാമീപ്യത്തിലെത്താൻ വഴിയെന്താ? സുഖിച്ചു പിന്നെ റബ്ബിൻ സാമീപ്യത്തിലെത്താൻ വഴിയെന്താ? കാണില്ല നിങ്ങൾ കാണില്ല, കാണില്ല നിങ്ങൾ കാണില്ല, ഇതുപോലെ എങ്കിൽ റബ്ബേ കാണില്ല, ഇതുപോലെ എങ്കിൽ റബ്ബേ കാണില്ല. കഥ എന്താണ്, നിങ്ങൾ വന്നതെന്താണ്? കഥ എന്താണ്, നിങ്ങൾ വന്നതെന്താണ്? അതെ, കൊട്ടാരത്തിന്റെ അകത്ത് ഒട്ടകത്തെ തേടി നടക്കുന്ന എനിക്ക് ഭ്രാന്താണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഈ കൊട്ടാരത്തിന്റെ അകത്ത് സുഖലോലുപതയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് മുഴുഭ്രാന്താണ്. ഇബ്രാഹിം അത് ഞെട്ടി വീണ്ടും കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന്, ഈ സുഖലോലുപതയുടെ മധ്യത്തിൽ നിന്ന് എനിക്കെന്റെ റബ്ബിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു ആ മനുഷ്യൻ, അള്ളാഹു നിയോഗിച്ചത് ആള്. കൊട്ടാരം വിട്ടു പോകാനുള്ള വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായി. പക്ഷെ മൂപ്പർക്ക് ഒരു ആഗ്രഹം, ഒന്ന് ഹജ്ജിന് പോകണം. ഹജ്ജിന് പോകണം. ദുൽഹജ്ജ് മാസം പറഞ്ഞു. ഹജ്ജിന്റെ കർമ്മങ്ങൾ നാളെ ആരംഭിക്കും. തലേന്ന് വൈകുന്നേരം വരെ മൂപ്പർക്കൊരു പൂതി, ഹജ്ജിന് പോകണം. ബൽക്കയിൽ നിന്ന് 1000കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കണം മക്കയിലേക്ക്. ഇന്നത്തെ പോലെയല്ല, ഇന്ന് നമുക്ക് രാവിലെ പോയാൽ ഉച്ചയാകുമ്പോൾ കടത്തു. ഹജ്ജിന് പോകാന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ ഹജ്ജിന് പോകാന്ന് പറഞ്ഞാൽ പോക്കന്നെയാണ്. മരിക്കാൻ ഉറപ്പിച്ചിട്ട് ആ മനുഷ്യന്മാർ പോക്ക്. തിരിച്ചു വരുന്നുള്ള ഒരു വിശ്വാസത്തിലൊന്നല്ല പഴയ ഹജ്ജാജികൾ ഇവിടെ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടത്. കഫം പുടവയുടെ തുണിയെടുത്തിട്ട് വെച്ചിട്ടേ അവർ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുള്ളൂ. ഇന്ന് അങ്ങനെയൊന്നും ഇല്ലട്ടാ. ഇന്ന് ഹജ്ജിന് പോകുന്ന പണിക്കാർ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. നീ ആ തെങ്ങിന് വളമിടണോ, നീ മറ്റേ ഇഷ്ടിക വെക്കണം, നീ കല്ലറക്കണം, പൈസ ഞാൻ വന്നിട്ട് തരാ. ഇവനെ ഈ പോകുന്നവൻ ഹജ്ജിന് പോകുന്നതാണ്. 1000 കാതങ്ങൾക്ക് അപ്പുറത്തുള്ള ഹജ്ജിന് പുറപ്പെടണം. തലേന്ന് വൈകുന്നേരം വരെ ചിന്തണ്ട് ഹജ്ജിന് പോകണം. അന്നത്തെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തന്റെ മതിലിനോട് ചേർന്നിട്ട് പുറത്ത് ഒരു ഫക്കീറായ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്ന, ജട പിടിച്ച മുടിയുള്ള ഒരു മനുഷ്യൻ. ആ തേജസ്സുള്ള രൂപം കണ്ടപ്പോൾ ഇബ്രാഹിം നബി സലാം ചൊല്ലി, അസ്സലാമു അലൈക്കും. പറഞ്ഞു, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാനൊരു മുസാഫിറാണ്, വഴിപോക്കനാണ്. എങ്ങോട്ടാ യാത്ര? ഞാൻ ഹജ്ജിന് പോവാണ്. അവർ ചിരിച്ചുപോയി. ഹജ്ജിന് പോവുകയാണോ? ഹജ്ജ് നാളെ രാവിലെ ആരംഭിക്കല്ലേ? അതെ. നിങ്ങൾ ഹജ്ജിന് പോവുകയാണോ? അതെ. 1000കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുണ്ട്. ഞാനും പോകാൻ ആഗ്രഹിച്ച ഒരാളാ. ഇനിയപ്പോ പോകാനാ? അടുത്ത കൊല്ലത്ത് ഹജ്ജിന് പോകാൻ നമുക്ക് പറഞ്ഞു. അല്ല, എനിക്ക് ഹജ്ജിന് പോകണം. അപ്പൊ ഇബ്രാഹിം നബി വെറുതെ ചോദിച്ചു, എന്നെയും കൊണ്ടുപോകും ഹജ്ജിന് എന്ന് വെച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ടാക്കും പോകാലോ പറഞ്ഞു. നമുക്ക് രണ്ടാക്കും പോകാം. എന്നാ എപ്പാ പോകണമെന്ന് വെച്ചു. ഞാന് വിളിക്കുമ്പോൾ പോവാറ്. ഞാൻ വിളിക്കും, അന്നേരം പോയിക്കൊള്ളണം, പുറപ്പെടാറ്. അപ്പൊ എപ്പോഴാന്ന് വെച്ചു, അത് ഞാൻ വിളിക്കുവോ അന്നേരം പോവാ. എന്നാ അത് എപ്പോഴാ? നമുക്ക് തൽക്കാലം വിശ്രമിക്കണ്ടേ? ആയിക്കോട്ടെ, എന്നാ കൊട്ടാരത്തിൽ വിശ്രമിക്കാം. വരാന്ന് പറഞ്ഞു. മൂപ്പരും കയറി, മൂപ്പർക്ക് സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു. മൂപ്പര് കിടന്നു. നിങ്ങളും കിടന്നു, ഞാൻ വിളിക്കുമ്പോൾ ഹജ്ജിന് പോകാന്ന് പറഞ്ഞു. അത് രണ്ടാൾ 2 മുറി കിടന്നു. മൂപ്പര് ബെഡ്റൂമിൽ കിടന്ന്, ഈ ഇറായ മനുഷ്യന് വേറെ റൂമിൽ കൊടുത്ത് മൂപ്പർ അതിൻ്റെ ഉള്ളും കിടന്നു. നട്ടപ്പാതിരാക്കി ഇബ്രാഹിം നബിന്റെ ഡോറിന് പോയി തട്ടി. ഡുണ്ടുണ്ടും. മൂപ്പര് വായിൽ പറഞ്ഞു, ആരാ? ഞാനാ. എന്തേ? ഹജ്ജിന് പോകാന്ന് പറഞ്ഞു. മൂപ്പർ ഒറ്റ ചിരിയടി ചിരിച്ചു. നട്ടപ്പാതിരാക്ക് നേരം വെളുക്കാൻ കുറച്ച് മണിക്കൂറേ ഉള്ളൂ, ഹജ്ജിന് പോകാനാണ്. ഇപ്പൊ പോവാ, വേഗം പോവാറ്. ഭാര്യ വെച്ച്, എന്തേ? ഹജ്ജിന് വിളിക്കുന്നു, ഞാൻ പോയിട്ട് വരട്ടെ. ഹജ്ജിന് വിളിക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ. അന്നങ്ങ് പോയിട്ട് വരണം. ഭാര്യക്ക് ഉറപ്പാ മുറ്റത്തോളം എത്തുന്നു. ഇബ്രാഹിം നബിന് ഉറപ്പാ മുറ്റത്തേ എത്തുന്നു. ഏതായാലും മൂപ്പറ മുറ്റത്ത് ഗേറ്റിന്റെ അടുത്ത് യാത്രയാക്കി തിരിച്ചു വരാം എന്ന് കണക്കൂട്ടിയിട്ട് മുറ്റത്തെത്തി. മുറ്റത്തവിടെ രണ്ടാളിങ്ങനെ നിൽക്കാണ്. നിലാവിങ്ങനെ അസ്തമിച്ചിട്ടില്ല. നല്ല നിലാവുള്ളൊരു രാത്രിയാണ്. അപ്പൊ ഈ ഫക്കീറായ മനുഷ്യൻ മൂപ്പരോട് ചോദിച്ചു, ഇബ്രാഹിം നബിനോട് ചോദിച്ചു, ഹജ്ജിന് പോകാൻ കുറെ കാലമായി ആഗ്രഹിക്കുന്നല്ലേ? അതെ. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ഈ കൊല്ലത്തെ ഹജ്ജ് നമുക്ക് കിട്ടൂലല്ലോ. അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ ബാക്കിയാകോ പടച്ചോനെ എന്നപ്പോ പറഞ്ഞു, അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ കൊല്ലത്തെ ഹജ്ജ് നമുക്ക് ചെയ്യാലോ. എങ്ങനെയെന്ന് വെച്ചു. അത് പണിയുണ്ട് പറഞ്ഞു.
കൈ പിടിക്കാൻ പറഞ്ഞു. എൻ്റെ കൈ ഞാൻ അങ്ങോട്ടും പിടിക്കാം, എൻ്റെ കൈ ഇങ്ങോട്ടും പിടിച്ചോ. കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. കൈ പിടിച്ചിട്ട് പറഞ്ഞ് കണ്ണൊന്ന് ചിമ്മണം. ഞാൻ പറയുമ്പോൾ തുറന്നാൽ മതി പറഞ്ഞു. കൈ അങ്ങോട്ട് പിടിച്ചു. മൂപ്പര് കൈ പിടിച്ചു, കണ്ണടച്ചു. പിന്നെ മൂപ്പര് ദിക്ർ ചൊല്ലുന്നുണ്ട് ഈ ഫക്കീറായ മനുഷ്യൻ. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് കണ്ണു തുറന്നു പറഞ്ഞു. കണ്ണ് തുറന്നു എന്ന് പറയുമ്പോൾ ചരിത്രം പറഞ്ഞു രണ്ടുപേരും നിൽക്കുന്നത് വിശുദ്ധമായ കഅബാലിൽ മഖാം ഇബ്രാഹിമിന്റെ മുന്നിലായിരുന്നു. ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളൂ. ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് നാളെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സംസം കിണറിന്റെ ഭാഗത്ത് വന്നിരിക്കണം, ഞാൻ അവിടെ വരും. ഇയാൾ പറയാ. അപ്പൊ മൂപ്പര് ചോദിച്ചു നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യണ്ടേ? ഞാൻ ചെയ്തോളൂ, നിങ്ങൾ ഹജ്ജ് ചെയ്താൽ മതിയാണ്. ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് സംസം കിണറിന്റെ ഭാഗത്ത് ഇബ്രാഹിം അതും വന്നിരുന്നു. കൃത്യമായിട്ട് അസറോടെടുത്ത സമയം മൂപ്പര് എവിടെ വന്നു. ഹറം നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇനി നമുക്ക് വിശുദ്ധ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലൊന്ന് പോണ്ടേ. അപ്പൊ ഇബ്രാഹിം നബി തന്നെ ഉറപ്പായി. കണ്ണ് പൂട്ടിയാൽ മതി, കൈ പിടിക്കും, പോവും. അടുത്തു. എന്നാ പിടിച്ചോർന്ന് കണ്ണ് പൂട്ടി കൈ പിടിച്ച് കണ്ണു തുറന്ന് റൗദ ഷരീഫില് സിയാറത്ത് ചെയ്തു. പിന്നെ അടുത്ത ചോദ്യം എന്താ അറിയോ? നമുക്കൊന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോണ്ടേ? ആ പോണോ? എന്നാ കണ്ണു പൂട്ടിക്കോ, കൈ പിടിച്ചോ. കണ്ണു പൂട്ടി കൈ പിടിച്ച് ബൈത്തുൽ മുഖദ്ദസിൽ. വല്ലാത്ത കറാമത്ത്. ഒരുത്തൻ റെയിൽവേ തീവണ്ടി കയറിയിട്ട് തീവണ്ടിന്റെ ബാക്കിലെ ലോക്കൽ കമ്പാർട്ട്മെന്റ് കയറി പോലും. ഭയങ്കര ജനം, ഇരിക്കാൻ സീറ്റില്ല. ഇവരാകെ ക്ഷീടായിട്ട് ഇവ പെട്ടെന്ന് ജനങ്ങളോട് പറഞ്ഞു മനുഷ്യന്മാരെ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞു. എല്ലാവരും 4 ബൈക്ക് ഇറങ്ങിപ്പോയി. ആളില്ലാത്ത സുഖമായിട്ട് കെടുക്കറിന്ന് ഉറങ്ങി. ബുദ്ധി പോണം, ബുദ്ധി. ഒരൊറ്റ മനുഷ്യരുമില്ല. എന്ത് സുഖം കൊണ്ട് ഉറങ്ങേ. കിടന്നുറങ്ങി 3 മണിക്കൂർ കഴിഞ്ഞ് ഇവൻ എത്തേണ്ട സ്ഥലത്ത് നിന്നിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കയറിയിട്ട് തന്നെ ഉണ്ട്. പാമ്പ് കയറിയതുകൊണ്ട് ആ കമ്പാർട്ട്മെന്റ് ഒഴിവാക്കിയിട്ട് ബാക്കി കമ്പാർട്ട്മെന്റ് പുറപ്പെട്ടു. ഇവൻ കയറിയിട്ട് തന്നെ പറഞ്ഞു. ഇതിവന്റെ കറാമത്ത്. ഇതങ്ങനത്തെ കറാമത്തല്ല, ഇതൊരു വല്ലാത്ത സംഭവമാണ്. ബൈത്തുൽ മുഖദ്ദസിലെത്തി ഇവര്. അള്ളാഹു നമ്മളെയും ഈ പുണ്യ പള്ളികളിൽ എത്തിച്ചു തരട്ടെ. അവിടെ നിന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ അള്ളാഹു നമുക്കും എത്തിച്ചു തരുമാറാകട്ടെ. ബൈത്തുൽ മുഖദ്ദസിൽ പോയി ഒരുപാട് പ്രവാചകന്മാർ കിടക്കുന്ന മണ്ണല്ലേ, ഒരുപാട് പ്രവാചകന്മാർ അന്തി ഉറങ്ങുന്ന മണ്ണല്ലേ. അവരെയൊക്കെ സിയാറത്ത് ചെയ്തു. എന്നിട്ട് ഇബ്രാഹിം നബി റളിയല്ലാഹുവിന്റെ മൂപ്പരോട് ചോദിച്ചു ഇനി നാട്ടിൽ പോകല്ലേ? അപ്പം മൂപ്പര് പറഞ്ഞു പോയിക്കോർന്ന്. ഓടുകാരന് അല്ല നിങ്ങള് കൈ പിടിച്ച് പോവാ. എന്ത് കൈ പിടിക്കാൻ? അതൊന്നും നടക്കൂല, വിട്ടോർന്ന്. കൊണ്ടുപോയിട്ട് ബൈത്തുൽ മുഖദ്ദസിലെത്തിയിട്ട് പിന്നെ കൂട്ടിപ്പോടല്ലേ, പോയിക്കോർന്ന്, സ്ഥലം വിട്ടോ. എത്തിങ്ങാനി കൊണ്ടാക്കിയവല. പിന്നെ പോയിക്കോളൂന്ന് പറഞ്ഞു. 3 മാസത്തെ വഴി ദൂരം സഞ്ചരിച്ച് മഹാനായ ഇബ്രാഹിം നബി റളിയല്ലാഹു 3 മാസം സഞ്ചരിച്ചിട്ടാണ് മൂപ്പര് പിന്നെ ബൽഖയിലെത്തിയത്. 3 മാസം കഴിഞ്ഞിട്ട് മൂപ്പര് പിന്നീട് പറയുന്ന ചരിത്രത്തിൽ എന്നെ കൈപിടിച്ചിട്ട് ഹജ്ജും സിയാറത്തൊക്കെ നടത്തിച്ചത് മഹാനായ ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു. പിന്നീട് മൂപ്പര് അത്യുന്നതങ്ങളിലേക്ക് കയറിയപ്പോൾ ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടിട്ട് മൂപ്പരുമായിട്ട് സംഭാഷണം നടത്തിയ കഥയൊക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞു നിങ്ങൾ ആഗ്രഹം പൂർത്തിയാക്കാൻ അള്ളാഹു എന്നെ നിയോഗിച്ചതാണ്, ഞാനാണ് നിങ്ങളെ ഹജ്ജിന് കൊണ്ടുപോയത്, റോദയിലെത്തിച്ചത് ആദ്യമായിട്ട്. അള്ളാഹു നമുക്ക് മഹാനായ ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ ഈ ഹജ്ജ് കഴിഞ്ഞിട്ട് അതൊരു വല്ലാത്ത സംഭവം കേട്ടോ. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നാൽ, ഉംറ ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ വന്നാൽ പിന്നെ നാട്ടിൽ നമുക്ക് വലിയ നിൽക്കാൻ തോന്നില്ല. പിന്നെയും തോന്നും മക്കത്ത് പോയാൽ മതി, കഅബത്ത് പോയാൽ മതി. ഞാൻ ഇപ്പം തന്നെ പോയി അങ്ങനെ തോന്നും നമുക്ക്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ നമുക്ക് തോന്നൽ അങ്ങോട്ട് തന്നെ പോകണം എന്നാണ്. അതൊരു ആ കഅബയിലേക്ക് അടുക്കുന്ന ഒരു വല്ലാത്ത ആകർഷണീയതയാണ്. എന്നുള്ള കാര്യമൊന്നുമല്ല. പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാനും നമുക്ക് ഇപ്പം സാധിക്കും. പക്ഷേ ഒരു യഥാർത്ഥ ഹാജി ആയിട്ട് ജീവിക്കാൻ വല്ലാത്ത പ്രയാസം. അല്ലാഹു അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ ഹജ്ജ് ഉംറ ചെയ്തിട്ട് അങ്ങനെ ജീവിക്കാൻ തൗഫീഖ് തരട്ടെ. മൂപ്പർക്ക് പിന്നെ കൊട്ടാരം വിടണം ഭയങ്കര താല്പര്യമായി. പിന്നെ കിടന്നിട്ട് ഉറക്കില്ല. അവസാനം ഒരു തീരുമാനമെത്തി. രാത്രിയിൽ തീരുമാനം എടുത്തു. കിടന്നിട്ട് എന്തായാലും നാട് വിടാൻ തന്നെ. എനിക്ക് ബന്ധങ്ങളില്ല. അള്ളാഹുവിലെ ലിഖായിന് വേണ്ടിയിട്ടുള്ള യാത്ര. അന്ന് രാത്രി ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ നാളെ രാവിലെ ചില കടുത്ത തീരുമാനങ്ങൾ ഞാൻ എടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ ഉടനെ പെണ്ണുങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ രാവിലെ എടുക്കുക, ഞാനിപ്പം തന്നെ എടുക്കും. അപ്പോ ഞാൻ നാളെ രാവിലെ ഒരു കടുത്ത തീരുമാനം എടുക്കാൻ വേണം. ഭാര്യ വെച്ച് എന്താ അത് നാളെ രാവിലെ അറിഞ്ഞാൽ മതി പറഞ്ഞു. രാത്രി അറിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്, കുഴപ്പമുണ്ടാക്കണ്ട വെച്ചിട്ട് രാവിലെ അറിഞ്ഞാൽ മതി എന്നാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞു. തന്റെ പ്രഗത്ഭരായ മന്ത്രിമാരെയൊക്കെ വിളിച്ചുകൂട്ടി പട്ടാളക്കാരോട് പറഞ്ഞ് നാട്ടുകാരെല്ലാം പറ്റാവുന്ന ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ചുകൂട്ടണം പറഞ്ഞു. എല്ലാവരെയും വിളിച്ചുകൂട്ടി കൊട്ടാര ദർബാർ ഹാളിൽ മുഴുവൻ സദസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഇബ്രാഹിം നബി റളിയല്ലാഹുവിന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ ബെഡ്റൂം എന്ന് പറഞ്ഞു, നീ ഒന്ന് പുറത്ത് നിൽക്കുക, നീ ഒന്ന് മാറി നിൽക്ക്, നീ ഒന്ന് പുറത്ത്.
മൂപ്പര് തന്റെ ബെഡ്റൂമിൽ നിന്ന് ഭാര്യമല്ല പുറത്തേക്ക് മാറ്റി. മൂപ്പരൊറ്റക്കായി. ഇപ്പോഴത്തെ പൊമ്പിളറാങ് പറയും, ഹലോ നമ്മൾ ഉപ്പ ഉണ്ടാക്കിയ മണി അറിയാൻ ഇങ്ങ് ഇറങ്ങി പുറത്ത് വെക്കുവാണെങ്കിൽ അറിയും. അപ്പോ വാതിലടച്ച മൂപ്പരതിന്റെ അകത്ത്. എന്നിട്ട് തന്റെ എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു. രാജകീയ വസ്ത്രങ്ങൾ കംപ്ലീറ്റ് അഴിച്ചു. രാജാക്കന്മാർ ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് വസ്ത്രങ്ങൾ അഴിച്ചു, എല്ലാം അഴിച്ചു വെച്ചു. താൻ പുതച്ചുകൊണ്ടിരുന്ന ഒരു കരിമ്പിടത്തിന്റെ കഷ്ണമുണ്ട്, അതെടുത്തിട്ട് താൻ ഒന്ന് മുട്ടുപൊക്കൾ മറച്ചു. എന്നിട്ട് തന്റെ തോളത്തുകൂടെ, അതന്നെ തങ്ങൾ വരുന്നുണ്ട്, ദീർഘായുസ്സും നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. വെള്ളം കണ്ട തേമം പാത്തിലായി എന്ന് പറഞ്ഞ പോലത്തെ കോലത്തിലെ ഇപ്പം ഞാനുള്ളത്. ഇനിയിപ്പോ ഇനി നമുക്ക് വേഗം ചുരുക്കാം. ബൽഖയിലെ ഭരണാധിപൻ രാജകീയ വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ചു. മുട്ടപൊക്കളെ മറിയുന്നൊരു വസ്ത്രം ധരിച്ചു, ഒരു കരിമ്പടമെടുത്ത് ദേഹത്ത് പുതച്ചു. എന്നിട്ട് നേരെ വിശുദ്ധ ഖുർആനും കയ്യിലെടുത്തുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി റളിയല്ലാഹുവിന്റെ രാജസദസ്സിലേക്ക്. ആ മനുഷ്യൻ അങ്ങനെ ആദ്യമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. ഒരു പരുക്കൻ കമ്പിളി എടുത്ത് പൊതിച്ചിട്ട്, ഒരു പരുക്കൻ വസ്ത്രം എടുത്ത് ദേഹത്തിട്ടിട്ട് വിശുദ്ധ ഖുർആനിന്റെ പ്രതി കയ്യിൽ പിടിച്ചുകൊണ്ട് നേരെ വന്നിട്ട് രാജസദസ്സിൽ നിന്നു. താൻ ഇരിക്കുന്ന സിംഹാസനത്തിലേക്ക് കയറിയില്ല, തിരിഞ്ഞു നോക്കിയില്ല. ജനങ്ങളോട് മുഴുവൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ അസ്സലാമു അലൈക്കും അയ്യുഹൻ, നിങ്ങൾ എനിക്ക് വിട തരണം. ഊരയാം എനിക്കേറ്റം പ്രിയരായോരേ, ഉത്തമരായി നാട്ടിൽ കഴിഞ്ഞവരേ, ഉടയോനനുഗ്രഹം എനിക്കു നൽകി, ബൽഖാദീപനായി ഇവിടം പോകി. അസറിനകത്തളം കളിച്ചു പിന്നെ ഖസ്ദ് ഇലാഹാണെന്നറിഞ്ഞു പൊന്നേ. നാടോ വിടാൻ ഞാനിന്നുറപ്പിക്കുന്നേ, നാഥനൊരുവനിൽ അഭയം തന്നെ. ഊരയാം എനിക്കേറ്റം പ്രിയരായോരേ, ഉത്തമരായി നാട്ടിൽ കഴിഞ്ഞവരേ, നാടും വിടാൻ ഞാനിന്നുറപ്പിക്കുന്നേ, നാഥനൊരുവനിൽ അഭയം തന്നെ. ജനങ്ങളോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ രാജ്യവും അധികാരവും സകലവും വെടിയാൻ പോവുകയാണ്. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. നിങ്ങളോട് ആരോടെങ്കിലും അധർമ്മം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഓർത്ത് നിങ്ങൾ എനിക്ക് മാപ്പ് നൽകുക. ഇനി ഒന്നും എനിക്ക് വേണ്ട. ഞാൻ ആകെ ഈ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഞാൻ ധരിച്ച ഈ 2 പഴകിയ വസ്ത്രങ്ങളും അള്ളാഹുവിന്റെ വിശുദ്ധ കലാമും മാത്രമാണ്. ഇതല്ലാതെ മറ്റൊന്നും ഞാൻ ഈ കൊട്ടാരത്തിൽ കൊണ്ടുപോകുന്നില്ല. പുറത്ത് ഒരുക്കി നിർത്തിയ ഒരു കുതിരയുണ്ട്, അതിന്റെ പുറത്താകും എന്റെ സഞ്ചാരം. ഒരു ഭാഗത്ത് ഭാര്യ തളർന്നു വീണു, മക്കൾ വാവിട്ട് നിലവിളിച്ചു കെട്ടിപ്പിടിച്ചു. അവരോട് പറഞ്ഞു, മക്കളെ, കൂടിച്ചേർന്നവരൊക്കെ വേർപിരിയേണ്ടി വരും. എല്ലാവരും എല്ലാ കാലത്തും ഒന്നിച്ചുണ്ടാവില്ല. അതുകൊണ്ട് മരണമെന്ന മഹാസത്യം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് ഇലാഹിയ ചിന്തയുമായി തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ അതാവും നമുക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് സലാം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഒരുക്കി നിർത്തപ്പെട്ട കുതിരപ്പുറത്ത് കയറി. പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഒരു ഭാഗത്ത് കൊട്ടാരവാസികൾ നിലവിളിച്ച് കരയുമ്പോഴും ആ ബന്ധങ്ങളൊന്നും തനിക്ക് ബന്ധനങ്ങളാവരുത് എന്ന് തീരുമാനിച്ചു. അവസാനം ആ കുതിരപ്പുറത്ത് സഞ്ചരിച്ചു. കുറെ കുതിരപ്പുറത്ത് സഞ്ചരിച്ചപ്പോൾ പെട്ടെന്ന് ഒരു ചിന്ത വന്നു. കുതിര രാജകീയമായ ചിഹ്നമാണ്, അത് രാജാക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന വാഹനമാണ്. അതുകൊണ്ട് കുതിര വേണ്ട. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു കഴുത വിൽപ്പനക്കാരൻ്റെ അടുക്കൽ പോയി കുതിരനെ നിർത്തി. കുതിരപ്പുറത്ത് താഴെ ഇറങ്ങിയിട്ട് ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്കൊരു നല്ല കുതിരയെ തരട്ടെ, നിനക്കൊരു കഴുതയെ തരുമെന്ന്. ആ കഴുത എനിക്ക് തരോ? ഒരു ചാകാനായ കഴുത, അത് മതി എനിക്ക് കയറുന്നു. ലോട്ടറി അടിച്ച പോലെ ചങ്ങായിക്ക് അങ്ങനെ തന്നെയല്ലേ. സൈക്കിൾ കൊണ്ട് പോകുമ്പോൾ കാർ കെട്ടിയിട്ട് ആ സൈക്കിൾ കാർ തരാന്ന് പറഞ്ഞാൽ അതേപോലെ കുതിര തരാ. ആ കഴുതനെ തന്നു. കഴുതനെ കൊടുത്തു. കുതിരനെ ചങ്ങായി വാങ്ങി. ആ കഴുതപ്പുറത്താ പിന്നെ സഞ്ചാരം. നേരെ ഇറാഖിലേക്കാ പുറപ്പെട്ടെ.
ഇറാഖിലെത്തി. ഇറാഖിന്റെ നാട്ടുരാജ്യങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചപ്പോ മൂപ്പർക്ക് ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട്. ഇറാഖിൽ പല നാട്ടുരാജാക്കന്മാരും അകാരണമായിട്ട് കാരണമില്ലാതെ വെട്ടിപ്പിടിച്ച് താനുണ്ടാക്കിയ പോലെ നീതിയും ന്യായവും മൂടി വെച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചുണ്ടാക്കിയ സ്വത്ത് മുതലുമാണ് അവർക്കിടയിൽ ജീവിക്കാനാവൂല. ചില മതപണ്ഡിതന്മാരെ സമീപിച്ചു. അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഇറാഖിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഷാമാണ് എന്ന്. ഷാം, സിറിയ, അങ്ങോട്ട് പുറപ്പെടാൻ നല്ലത്. അങ്ങനെ മൂപ്പര് സിറിയയിലേക്ക് വന്നു. സിറിയയിൽ വന്നു. അപ്പോഴേക്കും ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. മൂപ്പര് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ അഗ്രഗണ്യനാണ്. രാപ്പകലില്ലാതെ കഷ്ടപ്പെടും. ഒരു സ്ഥലത്തേക്ക് പുറപ്പെട്ടാൽ 1000 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. ആ യാത്ര അവസാനിക്കുന്നതിന്റെ മുമ്പ് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പുറപ്പെട്ട് ഇവിടുന്ന് അവിടെ എത്തുമ്പോഴേക്ക് ആ യാത്രയിൽ 1000 റക്അത്ത് നിസ്കരിക്കും മൂപ്പര്. എന്നിട്ട് അടുത്ത പ്രദേശം ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ. അങ്ങനെ ഇവർ ഷാമിൽ വന്നു. ഷാമിൽ മലമുകളിൽ ഒരു പാറയുടെ ചൂട്ടിൽ നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കരിച്ച് നോക്കുമ്പോൾ കാടാണ്. ഈ മനുഷ്യന്റെ ഗന്ധമേറ്റപ്പോ സിംഹം വന്നു കടിച്ചു കീറാൻ വേണ്ടിയിട്ട്. ഒന്ന് വന്നിട്ട് നേരെ മുന്നിൽ നിന്ന് ഇങ്ങനെ നോക്കുക. മൂപ്പര് നിസ്കാരം നിന്ന് നോക്കുമ്പോൾ ഒന്നല്ല, ഇടത്തും വലത്തും ബാക്കിലും എല്ലാം സിംഹം, 4 ഭാഗത്തും സിംഹം ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്നു. അപ്പൊ മൂപ്പര് സിംഹത്തിനോട് വർത്താനം പറഞ്ഞു. സിംഹങ്ങളോട് എന്താ പറഞ്ഞറിയോ? എന്നെ കടിച്ചു കൊല്ലാനും കടിച്ചു കീറാനും അള്ളാഹു നിങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ എന്നെ കടിച്ചോളൂ, കീറിക്കോളൂ. ഞാൻ ചെയ്ത അധർമ്മത്തിന് അതെങ്കിലും ഒരു പരിഹാരമാവട്ടെ. ഇല്ല, അള്ളാഹു നിങ്ങൾക്ക് അനുമതി നൽകിയിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള യാത്രയിലാണ്, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ, നിങ്ങൾ പോയിക്കോളൂ. 4 സിംഹവും 4 ഭാഗത്തേക്ക് കൂടി, 4 കൂടി. സിംഹത്തോട് വർത്താനം പറഞ്ഞപ്പോ അമ്മ കൽപ്പിച്ചിട്ടുണ്ടോ എന്നെ കടിച്ചോ? ഇല്ലേ? പോയി. ഞാൻ നോക്കിക്കലാണ് കൈപ്പാട്ട് കലാപുസ്തകത്തിൽ മലച്ചുവട്ടിൽ മലയുടെ അടിവാരത്ത് പാദത്തിന് പോയി. പിന്നെ താഴെ ജീവിക്കണല്ലോ. മഹാനായ ഇബ്രാഹിം സിറിയയിൽ കുറച്ചു കാലം താമസിച്ചു. വളരെ നടക്കണം. ആ വീട്ടിലെത്തണേ. പിന്നിൽ നടന്നു ചുമരിൽ വെച്ച നേരം തന്റെ മുതുകുമുടിഞ്ഞു, ശ്വാസം വലിഞ്ഞു, ദേഹം തളർന്നു, റബ്ബിൽ സ്തുതിയോതി പിന്നെ മെല്ലെ നടന്നു. ചുമടെടുത്തു നടുപൊടിഞ്ഞു പിന്നിൽ നടന്നു, ചുമലിൽ വെച്ച നേരം തന്റെ മുതുകുമുടിഞ്ഞു, ശ്വാസം വലിഞ്ഞു, ദേഹം തളർന്നു, റബ്ബിൽ സ്തുതിയോതി പിന്നെ മെല്ലെ നടന്നു. അവരുടെ വീടുകളിൽ അവർ പറയുന്ന കേന്ദ്രത്തിൽ ഈ കെട്ടുമായിട്ട് വന്നു. മൊത്തം അവിടെ വെച്ചിട്ട് മുതലാളി അവിടെ ഇരുന്ന് സൊറ പറയാൻ എല്ലാം അടയ്ക്കടയ്ക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയിട്ട് കൂലിക്ക് കൈ നീട്ടി കൊണ്ടാറും. ഞാൻ കൊണ്ടുവന്ന ഈ പണിയുടെ കൂലി വേണമെന്നോ. ഇയാള് ചാടി എഴുന്നേറ്റിട്ട് പൊട്ടിച്ചിരിച്ചു. ബാക്കിയുള്ള 10-29 ഉണ്ടല്ലോ, എല്ലാവരും ചിരിച്ചോണ്ട് പറയൂ, കൂലി എന്നോട് ചോദിക്കുന്നത്. അപ്പം പറഞ്ഞു, ഞാൻ അധ്വാനിച്ചതിന്റെ കൂലിയാ ചോദിച്ചത്, അന്യായമായിട്ട് എനിക്കൊന്നും വേണ്ടാറും. കൈ ഇങ്ങനെ നീട്ടിപ്പൊടിച്ചപ്പോൾ ഒറ്റ പിടുത്തം പിടിച്ച് ചെങ്ങായി കൈ പൊട്ടിച്ച് തിരിച്ചിട്ടാണ്ട് പൊട്ടിച്ചു കളഞ്ഞു. കൈ പൊട്ടിച്ചു. മുട്ടിന്റെ അടുത്ത് എല്ല് പൊട്ടിയപ്പോ കൈ ഇങ്ങനെ തൂങ്ങി. ആ കൈ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് അടുത്ത കൈ നീട്ടിയിട്ട് പറഞ്ഞു, ഞാൻ അധ്വാനിച്ചതിന്റെ കൂലിക്കാ ചോദിച്ചത്, അല്ലാതെ അന്യായമായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. ആ കൂലി എനിക്ക് വേണം. ആ കൈ പിടിച്ച് നിലത്താണ്ട് കിടത്തി അടിയങ്ങ് തുടങ്ങി. അടി തുടങ്ങിയപ്പോൾ ഒരു ചങ്ങായി ഒരു ചാട്ടവാർ എടുത്തുകൊണ്ട് കൊടുത്തു, അടിക്കാൻ വേണ്ടിയിട്ട് ചാട്ടവാർ. പിന്നെ മുതലാളി ചാട്ടവാറുണ്ടതല്ലെന്ന്
അടിയോടടിയാണ്. അപ്പോ ഈ കൈ ഇങ്ങനെ പൊട്ടിയാൽ മൂപ്പരെന്താ പറയുന്നറിയോ? സ്വന്തം നഫ്സിനോട് പറയാണ്, പൊട്ടണം. ഒരുപാട് നിരപരാധികളുടെ തലയെറുത്ത കയ്യാത്, ഒരുപാട് പാവങ്ങളുടെ നട്ടല് പൊട്ടിച്ച കൈയല്ലേ, എന്റെ കൈ പൊട്ടണം. നീ പൊട്ടിയേ തീരൂ. സ്വന്തം നഫ്സോട് പറയാം, എന്റെ കൈ പൊട്ടണോടാ, ഒരുപാട് പാവങ്ങളുടെ ചോരക്ക് കാരണമായ കയ്യാത്, പൊട്ടൽ കോണം ചെയ്യുന്നതാണ്. ഇയാളങ്ങ് തല്ലു നിർത്തുന്നില്ല. ഈ ബാക്കിയുള്ള കൂട്ടെല്ലാം കൂടി സ്ട്രോങ് ആക്കി കൊടുത്ത് അവസാനം ഈ ചങ്ങായി അടിക്കാ കൈ പൊന്തിച്ചതാ. ഈ കൈ ഇങ്ങ് താഴേക്ക് വരുന്നില്ല, ഇതിവിടെ ബ്ലോക്കായി, അന്തരീക്ഷത്തിലെ ബ്ലോക്ക് സിന്താവാ. അങ്ങനെ നിന്ന് എന്നിട്ട് ഇപ്പൊ കരഞ്ഞോണ്ട് കൂട്ടുകാരോട് പറയാ, എടാ എന്റെ കൈ താഴേക്ക് വരുന്നില്ല. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, അത് പോയാ പോട്ട് മറ്റേ കൈയില്ലേ. ആ കൈ പൊക്കി ദേഷ്യം കൊണ്ട്, ഈ കൈ താകാത്ത ദേഷ്യം കൊണ്ട് ഇത് പൊക്കി, രണ്ട് കൈകളുണ്ട്, രണ്ട് കൈ ഇങ്ങനെ. അപ്പൊ കൂടെ ഉള്ളവർ ചിരിക്കുക, എന്തിന്? മുതലാളിന്റെ കൈ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കണ്ടിട്ട്, ഇത് താകുന്നില്ല. അപ്പൊ എല്ലാവരും ചിരിച്ചപ്പോ ഇയാള് കരിയാണ്. ആര്? ഈ കൈ പൊന്തിച്ച മുതലാളി. ഇയാള് നേരെ മുട്ടുകുത്തിയിട്ട് കൈ പൊട്ടിയ ഇബ്രാഹിം നബി റളിയല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കറിഞ്ഞിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം. അവൻ വീണു കരഞ്ഞിടുന്നു, ഉദവി തരുവാനായി പറഞ്ഞിടുന്നു. ഉള്ളിൽ ഫിക്റിന്റെ ധ്വനിയുണർന്നു, ഉത്തമരെ മുമ്പിൽ കിടന്നിടുന്നു. ദിക്കേട്ടറിയുന്ന വിധം കരഞ്ഞു, ദൃഷ്ടി മഹാനോരിൽ പതിഞ്ഞിടുന്നു. ചിത്തം വിറച്ചും കൊണ്ടവൻ തുടർന്നു, മുഷ്ടി ചുരുട്ടിയിട്ടവൻ തളർന്നു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് മാപ്പ് തരണം, ആളെ അറിയാതെ ചെയ്തതാണ് മഹാനവർകളെ, എനിക്ക് മാപ്പ് തരണം. മൂപ്പരെ കൈ പൊട്ടിയിട്ടാണല്ലേ. മൂപ്പര് പറഞ്ഞു, സാരമില്ല, അള്ളാഹു നിന്റെ കൈയൊന്ന് റെഡിയാക്കി തരട്ടെ. ഓന്റെ കൈ റെഡിയായി, ഓൻ പൊട്ടിച്ച കയ്യോ അങ്ങനുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാ. വേണ്ട, ഇത് ഞാൻ ചെയ്ത പാതകത്തിന് അള്ളാഹു നൽകിയതാണ് എനിക്ക്. വൈദ്യരെ കാണിക്കാന്ന് പറഞ്ഞു, വേണ്ട, ഇത് ഞാൻ ചെയ്ത പാതകത്തിന് അള്ളാഹു നൽകിയതാണ്, അള്ളാഹു ശരിയാക്കി തരുമ്പോ മതി എനിക്ക്. അപ്പൊ ഇയാൾ പറഞ്ഞു, നിങ്ങൾ ആരാണ്? ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ. അപ്പൊ പറഞ്ഞു, നിങ്ങളെക്കാൾ വലിയ മഹാപാപിയാ ഞാൻ. അപ്പൊ അവര് പറഞ്ഞു, അല്ലല്ല, നിങ്ങളങ്ങനെ ഒരു പാപിയല്ല, നിങ്ങളങ്ങനെ ഒരു പാപിയല്ല, നിങ്ങളങ്ങനെ പാപിയാവൂല. കാരണം നിങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനല്ലേ. അപ്പൊ നിങ്ങൾ സത്യം പറഞ്ഞങ്ങൾ ആരാണ്? ബൽക്കയിലെ ഭരണാധിപനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 18ഓളം രാജ്യത്തെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി നിരപരാധികളുടെ കഴുത്തറുത്തവൻ ആ പാപിയായ ഇബ്രാഹിമാ ഞാൻ, ബൽക്കയുടെ ഇബ്രാഹിം. അത് കേട്ടപ്പോ ഇവര് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കൂട്ടത്തെ ശിഷ്യന്മാരാക്കണം. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവേ, നിങ്ങളെ ശിഷ്യന്മാരാക്കി ഞങ്ങളെ കൂടെ കൂടണം. മൂപ്പര് പറഞ്ഞു, ഇൽമ പഠിക്കാനാണ് എന്റെ കൂടെ കൂടാർ, ഇൽമ പഠിക്കാൻ എന്റെ കൂടെ കൂടാ. പക്ഷെ ഞാനും ഇൽമ അറിയാത്ത ഒരാളാ, എനിക്കും വലിയ ഇൽമൊന്നുമില്ല, ഒന്നും അറിയാത്ത ഒരാളാ. പക്ഷെ എന്റെ കൂടെ കൂടാ, നമുക്ക് ഇൽമ പഠിക്കാം, മക്കയിൽ പോണം. അവിടെ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ക്ലാസ് ദർസുണ്ട്, നമുക്ക് ആ ദർസിലൊന്ന് പങ്കെടുക്കണം, നിങ്ങൾ എൻ്റെ കൂടെ വരുമെങ്കിൽ. പക്ഷെ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ മുതൽ എങ്ങനത്തേതാന്ന് വെച്ചു. നമ്മൾ നിങ്ങൾ ആടുന്ന രാത്രി കട്ടതാറിന് ഷാറായിട്ട് കട്ടതാണ് അല്ലേ, എന്നാൽ ഈ കട്ടതൊക്കെ തിരിച്ചു പുറക്കൊണ്ട് കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വരുമ്പോ മൂപ്പരെ കൊണ്ട് എടുപ്പിച്ച ചുമട് അങ്ങോട്ട് ഇവരെല്ലാവരും കൂടി സ്വന്തം ചുമന്നിട്ട് ഓടി. എന്തിന്? കട്ട പുറയെ തിരിച്ചുകൊണ്ട് കൊടുക്കാൻ. അപ്പൊ ഒരുത്തിന് പേടിയായിട്ട് പറഞ്ഞു, ഇത് കട്ട പുരക്ക് തിരിച്ചു പോയാൽ കട്ടപ്പുകയാകുമെന്ന് വെച്ചു. മൂപ്പര് സാറില്ല, നീ പോയിട്ട് പറഞ്ഞു. കട്ട മുതലൊക്കെ തിരിച്ചു കൊടുത്തിട്ട് തിരിച്ചു വന്നു. ഇബ്രാഹിം നബി റളിയല്ലാഹു ശിഷ്യന്മാരെ ഈ മനുഷ്യന്മാര് അവിടെ അവര് മക്കയിലേക്ക് പോയി. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ പങ്കെടുത്ത് കുറെ ഇൽമ പഠിച്ചു. എന്നിട്ട് മക്കയിൽ കുറച്ചു കാലം ജീവിച്ചു. മക്കയിൽ പണിയെടുക്കും, വിറക് വെട്ടിയുടെ നാട്ടിൽ കൊണ്ട് വന്നിട്ട് പണിയെടുക്കും. അതെന്റെ ഉപ്പ അദ്ദേഹം റളിയല്ലാഹു അൻഹു ചെയ്ത പണിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പലായനം ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. ഒരിക്കൽ മഹാനായ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരെ സിറിയയിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ബൈത്തുൽ മുഖദ്ദസ് പോയിട്ട് വരാണ്, നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ടാണ്. ശിഷ്യന്മാരെ സിറിയയിൽ നിർത്തിയിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ നല്ല രാത്രിയായി. രാത്രി നല്ല മാരകമായ തണുപ്പ്. മഹാനായ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു ഒരു പള്ളി കയറി നിസ്കരിക്കാൻ വേണ്ടി, ചെറിയൊരു പള്ളിയാ. പള്ളി കയറി നിസ്കാരം കഴിഞ്ഞ് തണുപ്പ് എന്ന് പറഞ്ഞ തണുപ്പ്. ആ പള്ളിന്റെ ഒരു മൂലക്ക് ചുരുണ്ട് കൂടിയപ്പോ മുക്കിച്ചാക്ക് വാതിലടക്കണോ. മുക്കിരിക്ക വന്നിട്ട് പറഞ്ഞു, ഇവിടെ പോവാ.
അപ്പം പറഞ്ഞല്ല ഞാൻ ഭയങ്കര തണുപ്പാണ്, ഞാനൊന്ന് ഇവിടെ ഇരുന്നോട്ടെ, ഒന്ന് കിടന്നോട്ടെ. കീടക്കാനോ വാദം വേണേ ഇവിടെ പരിചയ ഏറെയില്ലാത്തോ ഞാനേ. കൂരിരുട്ടേറി തണുപ്പും കൂടുകയാണ്, കുറയുന്ന നേരത്ത് ഞാനും വീട്ടിടാം താനേ. ഇവിടെ കീടക്കാനെനിക്കനോ വാദം വേണേ ഇവിടെ പരിചയം ഏറെയില്ലാത്തോ ഞാനേ. ആ പള്ളിയിലൊന്ന് കിടന്നോട്ട് വെച്ചു. നേരം വെളുത്താ ഞാൻ പോയിക്കോളാം, ഞാൻ ഈ പള്ളിയിൽ ഒന്ന് വിശ്രമിച്ചോട്ടെ. അയാളെ പറഞ്ഞേ പള്ളിയിലൊന്നും അങ്ങനെ ആളിരിക്കാൻ പാടില്ല, കള്ളന്മാരം വന്നളിയോ, അതുകൊണ്ടാണ് ഇറങ്ങിപ്പോയിക്കോളൂ, എനിക്ക് പള്ളി അടക്കണം. പുറത്ത് മാരകമായ തണുപ്പാണ്, അതുകൊണ്ട് ഞാൻ കള്ളനല്ല, കക്കൊന്നും ചെയ്യില്ല, ഞാൻ ഈ പള്ളിയിൽ ഇവിടെ ഒന്ന് വിശ്രമിച്ചോളാം, സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് പോയിക്കോളാം, സുബൈ വരെ ഞാനവിടെ ഇൻഷാ അല്ലാഹ് ഇരുന്നോളാം. മുഖ്യക്കാക്ക് ദേഷ്യം പിടിച്ച് എന്നിട്ട് പറഞ്ഞു, നീ ആരാന്നോടോ കള്ളനല്ല എന്ന് പറയാൻ? നീ ആരാ? ബൽക്കയിലെ മഹാനായ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു ഒന്നല്ലല്ലോ. മൂപ്പര് വന്നാൽ തന്നെ ഇന്ന് പള്ളി കിടത്തൂല, ഒറ്റ തള്ള പുറത്തേക്ക് വെച്ചു. ദയവൊന്നും ചെയ്തില്ല പള്ളിന്ന് പകരം ഒരു തള്ള് തള്ളിനാൽ വീണിടത്തിന്നും ഒരു നാഴിക ദൂരത്ത് വിറകു കത്തിച്ച് തീ കായുന്നോരുണ്ടടുത്ത്. ഈ മുക്കരിക്ക പിടിച്ച് ഒരൊറ്റ തള്ളു പുറത്തേക്ക്. മഹാനായ ഇബ്രാഹിം അദ്ദേഹം വന്ന് പറഞ്ഞാൽ തന്നെ ഇന്നിവിടെ കടത്തൂല. തള്ളി മൂപ്പർ പുറത്ത് പോയിട്ട് ഒരു കല്ലിന്റെ മേലേക്ക് വിടും. നല്ലോണം വേദന പറ്റി. ആ കല്ലുമ്മ കുത്തിയിരുന്നിട്ട് പുറം അങ്ങനെ തടവിട്ട് പറയാണ്, പടച്ചോനെ അല്ലാഹുവേ, ആ മനുഷ്യന് നീ പുറത്തു കൊടുക്കണല്ല, അയാൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്തിന്? ഒന്തിയിട്ടേന് അയാൾക്ക് ദ്വാരക്ക. എന്നിട്ട് ആ കല്ലമ്മലിരിക്കുക. അപ്പൊക്കെ മൂക്കരിച്ച വള്ളി പൂടി പോയി കളഞ്ഞു. തണുപ്പത്ത് ഇങ്ങനെ ഇരുന്നിട്ട് റഹ്മാനെ വല്ലാത്ത തണുപ്പ്, കിട്ടുകിട്ടങ്ങനെ വിറക്കുന്ന തണുപ്പാ. അങ്ങനെ നോക്കൊണ്ട് കുറെ ദൂരെ തീ ഇങ്ങനെ കത്തുന്നു. മൂപ്പര് മെല്ലെ പോയി വെക്കുമ്പോ ഒരു മനുഷ്യൻ വിറക് കത്തിച്ചിട്ട് തീ ഇങ്ങനെ തീ കയ്യാണ്. പക്ഷെ ഇയാൾ തീ ഇങ്ങനെ കത്തിച്ചു എന്നല്ലാണ്ട് വിറങ്ങനെ കത്തിക്കുന്നുണ്ട്. ആദ്യം ഇയാൾ ബലത്തോട്ട് ഇങ്ങനെ നോക്കൂ, എന്നിട്ട് അടുത്തോട്ട് നോക്കൂ, ഇങ്ങനെ നോക്കൂ, തിരിഞ്ഞ് ബേക്കോട്ട് നോക്കും. 4 ഭാഗത്ത് നിങ്ങൾ പേടിച്ചിട്ട് ഇയാൾ നോക്കുക, എന്നിട്ട് ഒരു വിറക് എടുത്തിട്ട് കത്തിക്കുക, പിന്നെ ഇങ്ങനെ നോക്കുക, ഇങ്ങനെ നോക്കുക. ഇബ്രാഹിം തമ്മിൽ മെല്ലെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. തീയൊന്ന് കായാന്ന് വെച്ചിട്ട് വന്നിട്ട് സലാം പറഞ്ഞു. ഇയാളെ സമ്മതം ഉണ്ടെങ്കിൽ അയാൾ കത്തിച്ച തീയായാൽ അയാളുടെ സമ്മതം വേണം. അതുകൊണ്ട് മൂപ്പരെ സമ്മതം ചോദിക്കാൻ ഒന്ന് ഇരുന്നിട്ട് കുറച്ച് തണുപ്പത്ത് തീ കാഴ്ചോട്ടെ. അപ്പൊ അസ്സലാമു അലൈക്കും. അപ്പൊ ഇയാൾ മിണ്ടത്തില്ല. ഇയാൾ ബേജാറ് 4 വൈക്കും നോക്കിയിട്ട് കയ്യോണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇരുന്നോ. അപ്പൊ വീണ്ടും പറഞ്ഞു അസ്സലാമു അലൈക്കും. പറഞ്ഞു വലൈക്കും അസ്സലാം, വലൈക്കും അസ്സലാം, വലൈക്കും അസ്സലാം, ഇരുന്നോ. എന്നിട്ട് ഇയാൾ 4 ഭാഗത്തും നോക്കുന്നു. ഇയാൾ ബേജാറിന് ഇങ്ങനെ നോക്കാണ്. ഇബ്രാഹിം നബി ഇയാളെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല സഹോദരാ, നീ എന്താ അങ്ങനെ ബേജാറാവുന്നത്? അപ്പൊ പറഞ്ഞു, ഞാനൊരു ആഗ്രഹമുള്ള മനുഷ്യനാണ്. എന്റെ ആഗ്രഹം പൂർത്തിയാകുന്നതിന് മുമ്പ് എന്റെ അസ്രായേൽ വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുക. ഞാനൊരു വലിയ ആഗ്രഹമുള്ള ഒരാളാണ്. എന്റെ ആഗ്രഹം പൂർത്തിയാകുന്നതിന്റെ മുമ്പ് എന്റെ അസ്രായേൽ വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാൻ. അതാണ് വലത്തോട്ട് നോക്കുന്നത്, അതാണ് ഇടത്തോട്ട് നോക്കുന്നത്, അതാണ് മുന്നോട്ട് നോക്കുന്നത്, അതാണ് ബാക്കോട്ട് നോക്കുന്നത്. എന്റെ അസ്രായേൽ ഏത് ഭാഗത്താണ് വരുന്നത്? ഞാൻ അസ്രായേൽ വരുന്നതിന് മുമ്പ് എൻ്റെ ഒരു ആഗ്രഹം പൂർത്തിയാക്കാൻ ഒരു ആഗ്രഹം ആളാ. അന്നിട്ട് ഞാൻ അങ്ങനെ അസ്രായേലിനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, മൂപ്പർക്ക് കാര്യം മനസ്സിലായി, വലിയ മനുഷ്യനായി ഇയാള്. കാരണം അസ്രായേൽ വരുന്ന അങ്ങനെ നോക്കിയിരിക്കാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മനുഷ്യനല്ലേ. അപ്പൊ ചോദിച്ചു, എന്താ നിങ്ങൾ ആഗ്രഹം എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഒരുപാട് കാലമായി ഒരു ദുആ അല്ലാഹുവിലേക്ക് നടത്തുന്നുണ്ട്. ഒരുപാട് കൊല്ലം ഞാൻ ഒരു ദുആ അല്ലാഹു നടത്തുന്നു. എല്ലാ ദുആയും അല്ലാഹു സ്വീകരിച്ചു, ഒരു ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, ഇന്നവരെ സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യോ. ആരോട് ചോദിക്കുന്നു? മൂപ്പരോട്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യോ? എന്റെ അസ്രായേൽ വരുന്നതിന്റെ മുമ്പ് ആ ആഗ്രഹം പൂർത്തിയാക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് ദുആ അല്ലാഹു സ്വീകരിച്ച മനുഷ്യനല്ലേ, നിങ്ങളൊന്ന് പൊട്ടിക്കറിഞ്ഞ് അല്ലാഹുവിനോട് ദുആയിരുന്നാ പോരെ. ഞാൻ അങ്ങനെ ഒരുപാട് കാലം പൊട്ടിക്കറിഞ്ഞ് ദുആയിരുന്നിട്ടുണ്ട്, ഇന്നവരെ റബ്ബനെ അത് സ്വീകരിച്ചിട്ടില്ല, ഒന്ന് നിങ്ങൾ ദുആർക്കണേ. അപ്പൊ എന്താ നിങ്ങൾ ആഗ്രഹം എന്താന്ന് അറിഞ്ഞാലേ ഞാൻ അതനുസരിച്ച് ദുആർക്കാം. ആരെ ദുആ സ്വീകരിക്കാന്ന് പറയാൻ പറ്റും. അപ്പൊ പറഞ്ഞു, ഞാൻ ഇതുവരെ ആഗ്രഹിച്ചത് ബൽക്കയിലെ മഹാനായ ഇബ്രാഹിം അദ്ഹമിനെ ഒന്ന് കാണാനാ, ആ മനുഷ്യനൊന്ന് കാണാനാണ്, ആ മനുഷ്യനെ കണ്ടിട്ടൊന്ന് മരിക്കാനാണ്. പക്ഷെ ഇന്നവരെ എന്റെ റബ്ബന്റെ പ്രാർത്ഥന സ്വീകരിച്ചില്ല. ഇബ്രാഹിം അദ്ഹമിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താ പ്രാർത്ഥന? ഇബ്രാഹിം റളിയല്ലാഹു അൻഹു കാണാൻ എന്റെ ഇത് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല ഇതുവരെ. ഇവരെ കണ്ടിട്ട് മരിക്കാനാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങളും ദ്വാരക്ക്
അപ്പൊ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു, അവൻ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കി. നിങ്ങൾ ഇബ്രാഹിം അദ്ദേഹം എന്ന മഹാപാപിയെ കണ്ടു കഴിഞ്ഞു. മൂപ്പര് പറഞ്ഞു, ഇല്ല, നിങ്ങൾ വെറുതെ എന്നെ പരിഹസിക്കല്ല, ഞാൻ ആ മഹാമനുഷ്യനെ കണ്ടിട്ടില്ല. എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇബ്രാഹിം അദ്ദേഹം ഞാനാണ് എന്ന് പറഞ്ഞു. ചാടി എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചിട്ട് മുത്തം കൊടുത്ത് പൊട്ടിക്കരഞ്ഞു, എൻ്റെ റബ്ബന്റെ എൻ്റെ ആ അവസാനത്തെ ആഗ്രഹം പൂർത്തിയാക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു പിന്നെ നെഞ്ചത്ത് കിടന്ന മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ഈ ലോകം വിട്ട് വിട പറഞ്ഞു പോയി. അയാൾ അസ്രായിൽ അവിടെ വന്നു, ആഗ്രഹം അല്ലാഹു പൂർത്തിയാക്കി കൊടുത്തു. ഓൺ ദി സ്പോട്ടിൽ ഈ അസ്രായിലിനെയാണ് മൂപ്പര് കുത്തിയത് 4 ഭാഗത്തും പരതിയത്. വരുന്നുണ്ടോ ഇയാൾക്ക് നിങ്ങൾ ചിന്ത എല്ലാം ഒരു നിമിത്തമാണ്. പള്ളിയിലെ മുക്കരിക്ക പള്ളിയിൽ തന്നെ കടന്നോന്ന് പറഞ്ഞാൽ മൂപ്പര് കാണുന്നുണ്ടാവില്ല, ഒറ്റ തള്ളു പുറത്തേക്ക് തീ അപ്പുറന്ന് കത്തുന്ന കണ്ട് ഇതെല്ലാം ഒരു നിമിത്തമാണ്. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. ബൈത്തുൽ മുഖദ്ദസ് സിയാറത്തൊക്കെ കഴിഞ്ഞ് അങ്ങനെ കാലങ്ങളായുള്ള സഞ്ചാരം, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ കഥ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങളെ പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു തോട്ടം കാവൽ പണിയൊക്കെ എടുത്തിട്ടുണ്ട്. തോട്ടം കാവൽ പണി എടുക്കുന്ന സമയത്ത് ഒരു ചങ്ങായി വന്നിട്ട് ഒരു ദിവസം ചോദിച്ചിട്ടുണ്ട്, അങ്ങാടി പോകുന്ന വയ്യ എങ്ങോട്ടാ ടൗണിൽ പോകാന്ന് വെച്ചു. കൂട്ടിക്കൊണ്ടപ്പോൾ ഞാൻ കാണിച്ചു തരാറുണ്ട്. ഇതാ ടൗണിൽ നിന്നിട്ട് കാണിച്ചു കൊടുത്ത് ഖബർസ്ഥാൻ, ഒരുപാട് മീസാൻ കല്ല് കൊടുത്ത് ഇയാൾ അടി ഇബ്രാഹിം നബി റളിയല്ലാഹു അടിച്ചിട്ട് പറഞ്ഞു, അല്ല ചങ്ങായി, ഇത് ഖബർസ്ഥാനല്ലേ, ഇതാണ് ഇവിടെ അങ്ങാടി. അപ്പൊ പറഞ്ഞു, ഇതാണ് അങ്ങാടി. ഈ അങ്ങാടിയിലേക്ക് തിരിച്ചു പോകുന്ന പോലെ ഒരങ്ങാടിയിലേക്ക് മനുഷ്യൻ പോകൂല, ഇവിടേക്ക് എല്ലാവരും വരും. ഇത് വല്ലാത്തൊരങ്ങാടിയാ. അടിയും പങ്കി തിരിച്ചു പോയിട്ട് മൂപ്പര് പിന്നെയും മറ്റേയാള് ബൈക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു ശിഷ്യനെ കണ്ടുമുട്ടിയിട്ട് മൂപ്പര് പറഞ്ഞു, ഏ സഹോദര, അങ്ങാടിയിലേക്ക് പോണ വഴിയേതാ, ടൗണിലേക്ക് പോണ വഴിയേതാ? അപ്പൊ മൂപ്പര് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാറുണ്ട്. നടന്ന് കാണിച്ചു കൊടുക്കാൻ പോകുമ്പോൾ ഇയാള് ഈ ശിഷ്യനോട് പറഞ്ഞു, ആ തോട്ടത്തിൽ കാവൽ നിൽക്കുന്ന ഒരു ചങ്ങയില്ലേ, ആ വയസ്സേ, ഞാൻ അയാളുടെ അങ്ങാടിയിലെ വയ്യ ചോദിച്ചപ്പോൾ അയാൾ എനിക്ക് കബർസ്ഥാൻ കാണിച്ചെന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് കയറ്റിയിട്ട് ഇത് ഏറ്റവും വലിയ അങ്ങാടി കൊട്ടിട്ട് തലക്കൊരടിയാണ്. അപ്പോ ശിഷ്യനവിടെ നിന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ ആരെയാ അടിച്ചു ചോദിച്ചു. ആ തോട്ടം കാവൽക്കാരനെ അറിഞ്ഞു. ആ ആളല്ലേ? അതെ. അതാരാ എനിക്കറിയോ ചോദിച്ചു. ഇല്ല, അത് ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു. ററ്റോട്ടെ തിരിച്ചിരിങ്ങേക്ക് ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മാപ്പാക്കണം, എനിക്ക് മാപ്പാൻ ആളെ തിരിയാണ്ട് അടിച്ചു പോയതാ, നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം. ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അടിച്ച ഉടനെ എനിക്ക് ഞാൻ ദ്വാരന്നിട്ടുണ്ട്, നിനക്ക് പുറത്തു തരാനും സ്വർഗം തരാൻ. എന്താ ദ്വാ അല്ലേ? തലക്ക് കൊടുക്കുക, അപ്പാട് ദ്വാരക്ക, അല്ലാഹു എനിക്ക് നീ പുറത്തു കൊടുക്കണം, ഓനക്ക് സ്വർഗം കൊടുക്കണം. നമ്മളാണെങ്കിലോ ഉടനെ പറയും, പടച്ചോനെ ഇപ്പൊ ദുനിയാവ് നാഗർത്തൊന്ന് അലാക്കായി പോണം, പൊരിഞ്ഞ് കെട്ടുപോകണം. അട്ടിക്കിട്ടന്നപ്പോ ദ്വാരക്കൂ, അടിച്ചോനക്ക് പുറത്തു കൊടുക്കാനോ ഓന് സ്വർഗം കൊടുക്കാനോ ദ്വാരക്കും. അങ്ങനെ ഇബ്രാഹിം നബി റളിയല്ലാഹുവിന്റെ കാലങ്ങൾ മാറി മറഞ്ഞ് തന്റെ ശിഷ്യന്മാരുമായിട്ട് വിശുദ്ധ മക്കയിലേക്ക് വന്നു. അപ്പോൾ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അദ്ഹം എന്ന് പറയുന്ന ഉപ്പാന്റെ പേരിട്ടൊരു മകനുണ്ട്, അദ്ഹം ഇബ്നു ഇബ്രാഹിം. മൂപ്പരാണ് അന്ന് ബൽഖയുടെ ഭരണാധിപൻ. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ബാപ്പ നാട് വിട്ടിട്ട് കാലങ്ങൾ കുറയായി, ബാപ്പാനെ കാണാൻ വല്ലാണ്ട് പൂതിയുണ്ട്. ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇസ്ഹാഖ്, അബു ഇസ്ഹാഖ് എന്ന റോമന പേരിലാണ് ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു പിന്നീട് അറിയപ്പെട്ടത്. അപ്പൊ പറഞ്ഞു, ബാപ്പാനെ കാണാൻ പൂതിയുണ്ട്, എവിടെയാണെന്ന് അറിയുമെന്ന് വെച്ചു. ഉമ്മ പറഞ്ഞു, ചില ആൾക്കാർ ഹജ്ജിന് പോയിട്ട് വന്നാൽ ഹജ്ജിന്റെ സമയത്ത് മക്കയിൽ ഉണ്ടാകാറുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എങ്കിൽ ഈ വർഷത്തെ ഹജ്ജിന് മോനെ നമുക്ക് പോയാലോ, പാപ്പാനെയും കാണാൻ ഹജ്ജൊക്കെ ചെയ്യാലോ. അങ്ങനെ ഉമ്മയും മകനും ബൽഖയിലെ ഭരണാധിപനായ അദ്ഹം ഇബ്നു ഇബ്രാഹിമും റളിയല്ലാഹു അൻഹു ഉമ്മയും കൂടെ ഹജ്ജിന് പുറപ്പെട്ടു. മക്കയിൽ വന്ന് അന്വേഷിച്ചപ്പോ മക്കത്തുകാർ പറഞ്ഞു, മൂപ്പർ ഇവിടെ ഉണ്ടാകാറുണ്ട്, കാട്ടിൽ നിന്ന് വിറക് വെട്ടി നാട്ടിൽ വരും വെക്കും, ഇതന്നെ പരിപാടി, ഇവിടെ ഉണ്ടാകാറുണ്ടെന്ന്. അങ്ങനെ ഒരു ടെന്റ് കെട്ടി ജീവിച്ചവര്, ടെന്റ് കെട്ടി കുറച്ച് ദിവസം ജീവിച്ചപ്പോ ഇബ്രാഹിം നബി റളിയല്ലാഹു കാണാൻ വേണ്ടി മകനും ഭാര്യയും വന്ന വിവരം മക്കത്തെ അങ്ങാടിയിൽ ഇങ്ങനെ ആൾക്കാർ ചർച്ചയായി. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഥമ ശിഷ്യനായ ബഷാർ ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു മൂപ്പരെ കണ്ടുപിടിച്ചിട്ട് ജനങ്ങൾ പറഞ്ഞോടോ, ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് മകനും ഭാര്യയും നാട്ടിൽ വന്നിട്ടുണ്ട്. എവിടെയുള്ളതെന്ന് വെച്ചു, ടെന്റ് കാണിച്ചു കൊടുത്തു. ബഷാർ ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു കയറി പോകുമ്പോ ഈ സുമുഖനായ ചെറുപ്പക്കാരൻ രാജാധികാരം ഏറ്റെടുത്താലും നല്ല ചെറുപ്പക്കാരൻ, കാണാൻ നല്ല സ്റ്റൈലുള്ള മോനാണ്. മൂപ്പരിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സലാം ചൊല്ലി ബഷാർ ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു സലാം അടക്കിയിട്ട് പറഞ്ഞു, മോൻ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹുവിന്റെ മകനാണോ? അതെ, ഞാൻ ബാപ്പാനെ കാണാനുള്ള ആഗ്രഹത്തിലാണ് വന്നത്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ വന്നത് അതിനാ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഉമ്മയുണ്ട് ടെന്റിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു. എന്നാൽ ഉമ്മാനോട് തൽക്കാലം പറയണ്ട, എനിക്ക് ഞാൻ കാണിച്ചു തരാറ്. ഉപ്പാനെ ഞാൻ കാണിച്ചു തരാൻ കൂട്ടിക്കൊണ്ടുപോയി കാബാലയത്തിലേക്ക് കൊണ്ടുപോയി. കാബാലയത്തിൽ കൊണ്ടുപോയിട്ട് മക്കാം ഇബ്രാഹിമിന്റെ ഭാഗത്ത് അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഇവിടെ നിന്നോളൂ, ബാപ്പാനെ ഞാൻ കാണിച്ചു തരാം. രണ്ടാൾ അവിടെ നിന്നു. മഹാനായ ഇബ്രാഹിം നബി റളിയല്ലാഹു തവാഫിയാണ്. തവാഫ് ഇങ്ങനെ ചെയ്തിട്ട് തന്റെ മകന്റെ അടുക്കൽ എത്തുമ്പോൾ ഒരു നോട്ടം അങ്ങോട്ട് നോക്കും, എങ്ങനെ നോക്കും. അങ്ങനെ തവാഫ് ചെയ്തിട്ട് അവിടെ എത്തുമ്പോൾ ഒരു നോട്ടാ. അപ്പൊ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് വളരെ കർശനമായി നിരോധിച്ചൊരു കേസുണ്ട്. എന്താ അറിയോ?
പെണ്ണുങ്ങളെ നോക്കുന്നത് പോലെ തന്നെ സൗന്ദര്യമുള്ള ആൺകുട്ടികളുടെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല, തെറ്റാണ്. ശിഷ്യന്മാർ ബഷാർ ബിൻ അബ്ദിന് അല്ലാണ്ട് അറിയില്ല, മൂപ്പർക്ക് അല്ലാണ്ട് അറിയില്ല ഏത് മകനാണ്. എല്ലാവരും മൂപ്പരെ ശ്രദ്ധിക്കുന്നുണ്ട്. മൂപ്പർ തവാഫ് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് മൂപ്പര് നിസ്കാരത്തിലേക്ക് തവാഫിന് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിന്നപ്പോ നിസ്കാരം കഴിഞ്ഞ ശിഷ്യന്മാർ പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം. അതെ, പക്ഷെ ആ നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് ഉസ്താദ് ഇങ്ങനെ നോക്കി ഇടക്കിടക്ക് നോക്കുന്നുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, മക്കളെ അതെന്റെ മകനാണ്, എന്റെ പ്രിയപ്പെട്ട മോനാണ്. ഇത് കേൾക്കലോടുകൂടി അദ്ദേഹം റളിയല്ലാഹു ഓടി, ആര് മകൻ ഓടി പാപ്പാനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നാര പാപ്പാക്കെന്നെ മനസ്സിലായല്ലേ, ഒരുപാട് സുഖങ്ങൾ അധികാരം കൊണ്ട് കിട്ടുന്നുണ്ട്, പക്ഷേ തരണം പീതാവോരെ ഉങ്ങളൊഴികെ താനത്തിലാരും എനിക്കില്ലല്ലോ. തരണം പീതാവോരെ ഉങ്ങളൊഴികയിൽ താനത്തിലാരും എനിക്കില്ലല്ലോ. ഭരണത്താലേറ്റം നിഅമത്തുണ്ടെന്നാലും ബാവയെനിക്ക് സുഖമില്ലല്ലോ. തരണം പീതാവോരെ ഉങ്ങളൊഴികയിൽ താനത്തിലാരും എനിക്കില്ലല്ലോ. അധികാരം കൊണ്ട് ഒരുപാട് സുഖമുണ്ടെങ്കിലും ബാപ്പ നിങ്ങളില്ലാത്തതൊരു വല്ലാത്ത വേദനയാണ്. അതുകൊണ്ട് ബാപ്പ എന്റെ കൂടെ തിരിച്ചു വരണം. ഉമ്മ കൂടി വന്നിട്ടുണ്ട് കാണാൻ, ഒന്ന് ബാപ്പ എന്റെ കൂടെ ടെണ്ടിലേക്ക് വരണം. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പടച്ചോനെ എന്താ ഇത്, ദുനിയാവിന്റെ കെട്ടുപാടുകളിലേക്ക് എന്നെ വീണ്ടും തിരിച്ചുകൊണ്ടുകയാണ് പടച്ചോനെ. ആദ്യത്തെ ചോദ്യം, മോനെ നിന്റെ മതമേതാണ്, നിന്റെ ദീനേതാണ്? അവൻ പറഞ്ഞു, എന്റെ മതം. ബാപ്പ ഏതാണോ അംഗീകരിക്കുന്നത്? അള്ളാഹുമാണ് എന്റെ റബ്ബ്, ദീനുൽ ഇസ്ലാമാണ് എന്റെ മതം. ഉമ്മ നിനക്ക് ഇരുമ പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹിനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉമ്മ എനിക്കെല്ലാം പഠിപ്പിച്ചു. അപ്പം പറഞ്ഞു, അൽഹംദുലില്ലാ 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 എന്നിട്ട് പറഞ്ഞു, എന്റെ മോനെ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി, എന്നെ നീ വിട്ടേക്ക്. മകൻ വിട്ടില്ല, കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബാപ്പ എന്റെ കൂടെ വരണം, എന്റെ കൂടെ വരണം. വിടുന്നില്ല എന്ന് കണ്ടപ്പോ കഅബാലയത്തിൽ വെച്ച് പ്രാർത്ഥന നടത്തി മഹാനായ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു, പടച്ചോനെ വീണ്ടും ദുനിയാവിന്റെ കെട്ടുപാടുകളിലേക്ക് എന്നെ കൊണ്ടുപോകുക എന്ന് വെച്ചാൽ അള്ളാഹുവേ ഞാൻ പിന്നെന്തിനാ റബ്ബെ ജീവിക്കണത്? അതുകൊണ്ട് ഒന്നുകിൽ എൻ്റെ മകനെ അല്ലെങ്കിൽ എന്നെ, രണ്ടിലൊരാളെ ഇവിടെ നിന്ന് പിടിക്കണം, എന്നിട്ട് പ്രശ്നം തീർക്കണമോ? ഒന്നുകിൽ എൻ്റെ മകനെ അല്ലെങ്കിൽ എന്നെ, രണ്ടിലൊരാളെ പിടിക്കണം, രണ്ടിലൊരാളെ റൂഹിനെ പിടിക്കണം. രണ്ടിലൊരാൾ മരിച്ച പ്രശ്നം തീർന്നല്ലോ. അതുകൊണ്ട് എന്നെ അങ്ങനെ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി ഒന്നുകിൽ എൻ്റെ മകനെ അല്ലെങ്കിൽ രണ്ടിലൊരാളെ പിടിച്ചു പറഞ്ഞു. ആദ്യം പറഞ്ഞു ഒന്നുകിൽ എൻ്റെ മകനെ എന്നാണ്. വാപ്പാനെ കെട്ടിപ്പിടിച്ച മകന്റെ കൈയൊന്ന് ലൂസായി കഅബാലയത്തിന്റെ മതാഫിലേക്ക് ആ പൊന്നുമോൻ വീണ് കിടന്നു വഫാത്തായി. തൻ്റെ മകൻ മരിച്ചു കിടക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വന്നില്ല. വേദനിക്കുന്ന മുഖവുമായി ആ മനുഷ്യൻ റബ്ബിനോട് തൻ്റെ സങ്കടത്തെ പിടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു, മോനെ നീ ആള് ഭാഗ്യവാനാണ്, പടച്ചോന്റെ വിശുദ്ധമായ കഅബത്തിൽ നിന്ന് മരിക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടിയില്ലേ, നീ മതിയാവും നാളെ ഈ മഹാപാപിയായ ബാപ്പാനെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ. സ്വന്തം മകന്റെ മയ്യത്ത് മക്കയിൽ കബറടക്കിയിട്ട് ഒരു കുടുംബബന്ധത്തിന് വിലങ്ങുതടിയായി എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം തന്നിലേക്ക് വന്നാൽ വീണ്ടും ഭൗതിക ലോകത്തേക്ക് കടന്നു വരേണ്ടി വരുമെന്ന് വല്ലാണ്ട് വിശ്വസിച്ചു പോയ മഹാനായ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു കഅബ വിട്ട് കളഞ്ഞു. പിന്നെ അവിടെ നിന്നില്ല. അങ്ങനെ കാലങ്ങളുടെ കറക്കത്തിനൊടുവിൽ അവസാനമെത്തിയത് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ, ഒമാനിന്റെ മണ്ണിലാണ്. ദീർഘകാലം ഒമാനിന്റെ മണ്ണിൽ കഴിച്ചുകൂട്ടി. അവസാനം ഒമാനിൽ വെച്ചാണ് മഹാനായ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഒമാനിലെ സൂർ പട്ടണം, സൂർ എന്ന് പറയുന്ന ഒരു പട്ടണം ഉണ്ടല്ലോ ഒമാനിലെ, സൂർ പട്ടണത്തിൽ അല്പം മാറി ഒരു പുഴ കടന്നാൽ എത്തുന്നത് ഏക എന്ന ഒരു സ്ഥലത്താണ്. മലയാളത്തിലേക്ക് ഏക എന്ന വാക്കെടുത്ത് വെച്ചാൽ ഒന്ന് എന്നർത്ഥം കിട്ടുമല്ലോ. ഏകാന്തവാസികളുടെ നേതാവാണ് മഹാനായ ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു. ആ ഏക എന്ന പ്രദേശത്ത് ഒരു ചെറിയ പുഴക്കരയിൽ ഒരു ആസ്പെറ്റോസിന്റെ ഷീറ്റ് കൊണ്ട് മറച്ച ഒരു 4 ചുമരുകൾക്കുള്ള ഒരു ചെറിയ മുറിക്കകത്ത് കിടക്കുന്നുണ്ട്. ഭൗതിക ലോകത്ത് ആർഭാടങ്ങൾ വേണ്ടെന്ന് വെച്ച് ആൾക്കാരും വേണ്ടെന്ന് വെച്ച് ഏകാന്തവാസികളുടെ നേതാവായി ജീവിച്ച മനുഷ്യൻ ഏകാന്തനായിട്ട് കിടക്കുന്ന ഒരു കിടപ്പുണ്ടവിടെ. അവിശുദ്ധമായ മക്കബറക്ക് മുന്നിൽ പോയിട്ട് ഒന്ന് സലാം പറഞ്ഞപ്പോൾ കണ്ണൊന്ന് നനഞ്ഞിട്ടുണ്ട്, കരളൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ആ മഹാമനുഷ്യന്റെ കഥ പറയുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആ മഹാവ്യക്തിത്വത്തിന്റെ തിരുഹൃദയത്തെ ചെന്ന് നിൽക്കുമ്പോൾ വല്ലാണ്ട് സങ്കടപ്പെട്ടു പോയിട്ടുണ്ട്. അത്തരം മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഈ ലോകം പരലോകം നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ആ മഹാനായ മനുഷ്യനെയൊക്കെ സ്വർഗ്ഗലോകത്ത് കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. തൽക്കാലം തങ്ങളെ വെച്ചുകൊണ്ട് കൂടുതൽ പറയണില്ല, അതിനെ തങ്ങൾക്ക് വേണ്ടി വഴിമാറിക്കൊടുത്തുകൊണ്ട് തൽക്കാലം വിടവാകുന്നു. എല്ലാവർക്കും നന്ദി. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.